ഭൂമിയിൽ നമ്മൾ ജഡത്തിൽ വസിക്കുന്ന കാലഘട്ടത്തിലെ ഈ ജീവിതം അതാണ് മിസ്രൈമ്യൻ. മിസ്രൈമ്യൻ എന്ന പേര് മാറ്റണമെങ്കിൽ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പാതയുണ്ട്, ഒരൊറ്റ പാത. ആ പാതയിലൂടെ അല്ലാതെ ആ പേര് മാറ്റുവാൻ ആർക്കും കഴിയുന്നതല്ല. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. ഒരു മിസ്രയീമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്നു, ആടുകളെ കുടിപ്പിച്ചു എന്നവർ പറഞ്ഞു. ആമേൻ. മിദ്യാന്യ ദേശത്ത് നിന്ന് ഹോരേബോളം ചെന്നെത്തുന്ന ദൈവഹിതപ്രകാരമുള്ള ഒരു പാത. തേജോമയനായ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനാകുന്ന നാൾ വരെയുള്ള ആ ജീവിതയാത്രയിലാണ് മിസ്രൈമീൻ എന്ന പേര് മാറി ഇസ്രായേലിയൻ എന്ന അവസ്ഥയിലേക്ക് വാസ്തവത്തിൽ കൊണ്ടുവരുന്നത്. 40 വർഷത്തെ ഒന്നാമത്തെ മുഖം. ജ്ഞാനം സംഭരിച്ചു, മിസ്രൈമിയുടെ ജ്ഞാനം അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യമുള്ളവനായി തീർന്നു. ലൗകികമായ അറിവും നേട്ടങ്ങളും കൊണ്ട് സംഭവിച്ച കാര്യം എന്താണ്? അവൻ ഒരു മിസ്രൈമിനെ പോലെ ആയിത്തീരുവാനിടയായി. ആമേൻ. ഇത്രോയുടെ മക്കൾ നേരത്തെ വീട്ടിലേക്ക് വന്ന് ചേർന്നപ്പോൾ അപ്പൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് നേരത്തെ വന്നത്? ഹല്ലേലൂയ. ഒരു മിസ്രൈമ്യൻ. അവരുടെ ദൃഷ്ടിയിൽ മോശെ കാണുന്നത് മിസ്രൈമ്യനായിട്ടാണ്. ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മം, നമ്മൾ സ്നാനമേറ്റ് കർത്താവിനോട് കൂടെ ചേർന്ന് സ്വർഗീയ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ നമ്മളിൽ ഉന്നതമായ പരിവർത്തനം നടത്തത്തക്കവണ്ണം വചനത്തിന് ക്രിയ നമ്മിൽ നടത്തുവാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ആ മിസ്രൈമീൻ എന്ന പേര് നിലനിർത്താം. സ്തോത്രം. ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, ജാതിയന്മാരെ അടിച്ച് നശിപ്പിച്ച്, സ്തോത്രം. ആമേൻ. ഒരു മിസ്രൈമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു, ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്നു, ആടുകളെ കുടിപ്പിച്ചു. എന്തുമാത്രം ഉന്നതമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. സ്തോത്രം. പ്രസാദകരമായ ഒരു പ്രവൃത്തിയല്ലേ അദ്ദേഹം ചെയ്തത്. നമ്മളും സ്നാനമേറ്റിട്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ നന്മ ചെയ്യുന്നവരാണ്. മറ്റുള്ളവർക്ക് നാം നന്മ ചെയ്യുവാൻ മനസ്സുള്ളവരാണ്. ഉണ്ടെങ്കിൽ നമുക്ക് നന്മ ചെയ്യുവാൻ യാതൊരു തടസ്സവുമില്ല. നമുക്ക് തടസ്സമായിരിക്കുന്നത് നന്മ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. നന്മ നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനസ്സോടുകൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നാം മനസ്സുള്ളവരാണ്. ഈ മിസ്രൈമ്യൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ആമേൻ. ഇവരുടെ ഇത്രോവിൻ്റെ മക്കൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്ന് ചേരുവാൻ കഴിയുന്ന അളവിൽ, ആമേൻ, ഇടയന്മാർ ഇവർ പലപ്പോഴും കോരി വയ്ക്കുന്ന വെള്ളം ഇടയന്മാർ വന്ന് അത് അവരെ എടുത്തുകൊണ്ടു പോവുകയോ കുടിപ്പിക്കുകയോ ചെയ്തിട്ട് ഇവർക്ക് ഏറ്റവും അവസാനം കൊടുക്കുന്ന അവസ്ഥകൾ കാണുവാനിടയാകും. എന്നാൽ ഇവിടെ ഇവരെ തടസ്സപ്പെടുത്തി ഇടയന്മാരെ അടിച്ച് മാറ്റിക്കളഞ്ഞിട്ട് ഇവൻ വെള്ളം കോരി ഇവർക്ക് കൊടുക്കുന്നു, ഇവരുടെ ആടുകളെയും കുടിപ്പിക്കുവാൻ കൊടുക്കുകയാണ്. എന്തുമാത്രം നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവൻ കൊട്ടാരം വിട്ടു, ലൗകിക മോഹം വിട്ടു, സുഖസൗകര്യം മോശ വിട്ടു, ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി യാത്ര പുറപ്പെട്ടു, മിദ്യാന്യ ദേശം വരെ എത്തി. അപ്പോഴും പേര് മിസ്രൈമ്യൻ എന്നാണ്. നമ്മൾ ഈ യാത്രയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മാർമിക രഹസ്യം, യേശുക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ള പരമോന്നതമായ ഉദ്ദേശത്തിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന പരമ യാഥാർത്ഥ്യം നാം എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നിർമ്മലമായ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാനുള്ള വാഞ്ച ഒരുക്കിയെടുക്കുക. വചനം നമുക്ക് നൽകപ്പെടുന്നത് എന്തിനായിട്ടാണ്? ഒരു വചനം നമുക്ക് കിട്ടുമ്പോൾ, കർത്താവേ, ഒരു വചനം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തിന്? ആ കാര്യം എനിക്ക് നേടുവാൻ, ഈ കാര്യം എനിക്ക് നേടുവാൻ, എനിക്ക് തടസ്സമായി നിൽക്കുന്ന ആ പർവ്വതങ്ങളൊന്ന് മാറിപ്പോകുവാൻ, എനിക്ക് ദുഃഖം വരുത്തിയിരിക്കുന്ന ഈ ക്ലേശങ്ങളൊന്ന് മാറുവാൻ, ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമേ, ഒരു വചനം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ എൻ്റെ മിസ്രൈമ്യൻ എന്നുള്ള പേര് ഒന്ന് മാറ്റിക്കളവാൻ തക്കവണ്ണം, കർത്താവേ, യാഥാർത്ഥ്യമായത് കാണുവാൻ, യാഥാർത്ഥ്യമായത് അറിയുവാൻ, യാഥാർത്ഥ്യമായത് കേൾക്കുവാൻ, യഥാർത്ഥ ദൈവിക നാമം എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട് വരേണ്ടതിന്, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന് ആ വചനങ്ങളെ എനിക്കിത് നൽകണമേ എന്ന വാഞ്ചയോടുകൂടെ ദൈവം മുൻപാകെ ആര് അടുത്തു വരുമോ അവരിൽ പരിശുദ്ധാത്മാവ് കർത്തൃത്വം നടത്തി അവൻ്റെ പേര് മാറ്റുന്ന തലത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകുവാനായിട്ടിടയാകും. പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. സ്തോത്രം. ഒരു മിസ്രൈമൻ അല്ല ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഓർത്തുകൊള്ളൂ, കർത്താവ് കൊട്ടാരത്തിൽ വെച്ച് ഒരു ദൂതനെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അയച്ച്, എടാ, നീ ഒരു ഇസ്രായേലിനാണ്, ഇവിടെ ഇഴകളിൽ കിടക്കുന്ന ഒരു ജനതയുണ്ട്, അത് എൻ്റെ മക്കളാണ്, അവരെ നീ ചേർത്തെടുത്ത് അവരെ ഞാൻ കാണിക്കുക ദേശത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയണമെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. ദൂതന് മോശയുടെ അരികിൽ കൊട്ടാരത്തിൽ വസിക്കുന്നിടത്തോളം കാലം വരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ഇവൻ ഇപ്പോൾ ആരായി മാറി? മിസ്രൈമനായിട്ട് മാറി.
മിസ്രയീമിനെ പോലെ ആയി മാറുവാനിടയായി. ആ അവസ്ഥയിൽ നിന്നും അവനെ ഒരുക്കി ക്രൂശിൻ്റെ പാതയിലൂടെ കൊണ്ടു ചെന്നിട്ട് അവനെ യഥാർത്ഥ ഇസ്രായേലിയനാക്കി ദൈവശബ്ദം കേൾപ്പിച്ച് ഈ ദൗത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പണിയാണ് അവിടെ നടക്കുവാനിട വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്നാനമേറ്റ് ദൈവത്തെ അറിഞ്ഞ് സ്നാനമേറ്റ് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നല്ല ബിസിനസ്സൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരുടെ ബിസിനസ്സൊക്കെ ഒന്ന് പൊളിയാൻ തുടങ്ങും. ആമേൻ. ദൈവം ആ കൈ ഒന്ന് ഭാരമാക്കി വയ്ക്കാൻ തുടങ്ങും. സ്നാനമേറ്റ് കഴിഞ്ഞ് ജീവിതം അങ്ങോട്ട് ആരംഭിച്ച് പാടി ഉപസിച്ചും സന്തോഷിച്ചും ഇങ്ങനെ ഒരു 1-2 വർഷം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ജോലി അങ്ങ് തെറിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഒരു 3-4 വർഷം അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് ചില ആൾക്കാരാണെങ്കിൽ വീട്ടിലാകെ പ്രശ്നമായി, വീട് ജപ്തിയുടെ വക്കിലെത്തുകയാണ്. ഒരു വഴിയുമില്ല. സ്നാനപ്പെട്ടിട്ട് 3-4 വർഷമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അവൻ പരിശുദ്ധനാണ്, അവൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല എന്നൊക്കെ പറഞ്ഞ് വചനമൊക്കെ കേട്ടത് നിമിത്തം നമ്മുടെ ജീവിതം തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകുകയാണ്. നമ്മൾ നന്മ ചെയ്യുന്നവരാണ്. നമ്മൾ അവർക്ക് ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു. ആടുകൾ സാധുക്കൾ അനീതിയിൽ അകപ്പെട്ടു പോയാൽ അവർക്ക് നീതിയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നന്മ ചെയ്യുന്നവരുമാണ്. പക്ഷേ നമ്മുടെ പാത സുഗമല്ല, സുതാര്യമല്ല. അത് മരുഭൂമി വാസം. അത് എന്തുകൊണ്ടാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ നന്മ ചെയ്തിട്ടും കർത്താവ് എന്നിൽ പ്രസാദിക്കാത്തതെന്ത്? ഞാൻ കൊട്ടാര സമാനമായ അവസ്ഥ വിട്ട് ഈ മിദ്യാന ദേശത്തേക്ക് വന്നിട്ട് പോലും കർത്താവിൻ്റെ കരുണ എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്നില്ല? ഞാൻ ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന വിളിപ്പേരിനാൽ അറിയപ്പെട്ടിരുന്ന ആ പേര് ഇല്ലാതായി പോകേണ്ടതിന് അത് നിരുപാധികം നിരസിച്ച് ഞാൻ കൊട്ടാരം വിട്ട് ഇറങ്ങി വന്നിട്ടും എന്തുകൊണ്ട് ഞാൻ നന്മ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ഒരു ചോദ്യം. ഹല്ലേലൂയ. അപ്പോൾ ദൃഷ്ടിയിൽ ഒരു മിസ്രൈമനാണ്. ആ മിസ്രൈമീൻ ചേഞ്ച് ആകണം. ആ മിസ്രൈമീൻ ഇസ്രായേലിയൻ ആകണം. ഇത് സ്നാനപ്പെട്ടതിന് ശേഷമാണ് ഈ കാര്യം നടക്കുന്നത്. സ്നാനപ്പെടുമ്പോൾ ഈ കാര്യമൊന്നും നടക്കുന്നില്ല. സ്നാനപ്പെട്ട് നമ്മൾ പള്ളിയിൽ വന്ന് ആരാധിച്ച് തുടങ്ങുമ്പോഴൊന്നും ഈ കാര്യം നടക്കുന്നില്ല. ആരാധിച്ച് തുടങ്ങി വചനം ഇങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുവാൻ നാം വചനത്തിൻ്റെ അരികിലേക്ക് എപ്പോൾ വരുന്നുവോ അപ്പോൾ മുതലാണ് ഈ പണി നമ്മിൽ ആരംഭിക്കുന്നത്. നമ്മൾ സ്നാനപ്പെട്ട പല ക്രിസ്ത്യാനികളും അവർ സന്തോഷവാന്മാരായിരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ ഒത്തിരി നന്മ ചെയ്യുന്നു. ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ നല്ലൊരംശം സാധുക്കൾക്ക് കൊടുക്കുന്നു. എൻ്റെ അധ്വാനത്തിൻ്റെ നല്ലൊരു അംശം ദൈവദാസന്മാർക്കായി നൽകുന്നു. ഞാൻ ആ ഹോള് പണിഞ്ഞു കൊടുത്തു. ആ കൂടാരത്തിൽ ഞാൻ 10 ലൈറ്റ് വാങ്ങിച്ചു കൊടുത്തു. ആ കൂടാരത്തിൽ ഞാൻ 10 പാവ് വാങ്ങിച്ചു കൊടുത്തു. ആ പള്ളിയിൽ മഴ ഇടിയും മിന്നലും ഉണ്ടായപ്പോൾ കാറ്റടിച്ചപ്പോൾ ഷീറ്റെല്ലാം പറന്നപ്പോൾ ആ ആലയത്തിൻ്റെ പണിയാൻ തക്കണം 10 ഷീറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. മിക്ക സഭകളിലും ഞാൻ മാസം തോറും ഒരു നേരത്തെ ആഹാരം ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 10 പൊതിച്ചോറ് കൊണ്ടുപോയി ഞാൻ മെഡിക്കൽ കോളേജിൽ കൊടുക്കാറുണ്ട്. വർഷത്തിലൊരിക്കൽ ഞാൻ കൺവെൻഷൻ യോഗം നടത്താറുണ്ട്. സഭയുടെ ഉപവാസ പ്രാർത്ഥനയിൽ 3 ദൈവാസന്മാരെ ഞാൻ സ്പോൺസർ ചെയ്യാറുണ്ട്. 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ സഭയിൽ ഞാൻ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. ദേവദാസന്മാർക്ക് ഞാൻ വാഹനം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. സാധുക്കളായ സഹോദരിമാരുടെ കല്യാണ ആവശ്യങ്ങൾക്ക് ഞാൻ സമ്പത്ത് കൊടുക്കാറുണ്ട്. സാധുക്കൾ വീട് പണി നടത്തുമ്പോൾ അവർക്ക് ചെറിയ ഉപകാരങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. സമൂഹത്തിലും സഭയിലും ഞാൻ നന്മ ചെയ്യുന്നു. എൻ്റെ അധ്വാന ഫലത്തിൻ്റെ നല്ലൊരു അംശം ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് സാധുക്കൾക്ക് വേണ്ടി, നിർദ്ധനർക്ക് വേണ്ടി. ഈ പ്രവൃത്തികളാൽ അവർ തൃപ്തരാണ്. ലോകം നോക്കുമ്പോൾ നല്ല പ്രവൃത്തിയെ ചെയ്യുന്നത്. ഈ സഹോദരിമാരാരെങ്കിലും മിസ്രൈമീൻ ഞങ്ങൾക്ക് നീ വെള്ളം കോരി തരണ്ട, ഞങ്ങൾ എപ്പോഴെങ്കിലും വെള്ളം കോരി കുടിച്ചോളാം, മാറിക്കട അങ്ങോട്ട് എന്നവരാരും പറയുന്നില്ല. പറയുന്നുണ്ടോ? ഇല്ലേ? ഇവൻ മിസ്രൈമനാണ്, നിന്റെ നന്മ ഞങ്ങൾക്ക് വേണ്ട, നീ അങ്ങോട്ട് മാറി നിൽക്കുന്നു പറയുന്നില്ല. അവൻ ആ കാര്യത്തിന് വേണ്ടി സമീപിച്ച് അടുത്ത് വരുമ്പോൾ ഈ സഹോദരിമാരെല്ലാം മാറി നിൽക്കുകയാണ്. ഇല്ലേ? ഇവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഈ കാപാലികന്മാരായ ഇടയന്മാരെ അടിച്ച് താഴെ കളഞ്ഞിട്ട് വെള്ളം കോരി ഈ സഹോദരിമാർക്ക് കൊടുക്കുമ്പോൾ ഇവർ സന്തോഷത്തോടെ ആ നന്മ സ്വീകരിക്കുന്ന പശ്ചാത്തലമാണ് കാണുവാൻ കഴിയുന്നത്. ഒരു മിസ്രൈമീൻ എന്ന കാരണത്താൽ ആ നന്മകൾ അവർ നിഷേധിക്കുന്നില്ല. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ആത്മാവ് നമുക്ക് നൽകുന്ന ഈ വചനത്തിൻ്റെ മാർമിക രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ഉള്ളിൽ വെളിപ്പെട്ടാൽ നീതിമാനായ ദൈവം നമ്മളെ അധികം ശക്തിയോടുകൂടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കും. കഠിന ശോധന കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നതാണ് ഒരു ഉത്തമ ദൈവവൈദ്യൻ്റെ പ്രത്യക്ഷ ലക്ഷണം. കഠിനമായ ശോധനകൾ കടന്നു വരണം. മാരകമായ ഭവിഷ്യത്തുകൾ കടന്നു വരുമ്പോഴും ബാലൻസ് തെറ്റിപ്പോകാതെ നമ്മൾ സ്നാനമേറ്റ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മരണത്തിൻ്റെ ശുശ്രൂഷ എന്നെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് ഈ ദിവസങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഈ മരണത്തിൻ്റെ ശുശ്രൂഷയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു തേജസ്സുണ്ട്, ആ ശുശ്രൂഷയിൽ തേജസ്സുണ്ട്.
നമ്മളെ ഈ മരണത്തിൻ്റെ ശുശ്രൂഷ, ശിക്ഷാവിധിയിൽ കൊണ്ടെത്തിക്കുന്ന ശുശ്രൂഷ നമുക്കറിയില്ല. നമ്മൾ കേൾക്കുന്ന ഈ വചനം, നമ്മൾ സ്തോത്രം പറയുന്ന ഈ വചനങ്ങളെല്ലാം നമ്മളെ ശിക്ഷാവിധി കൊണ്ടുപോയി ഇടുമെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. കാരണം എന്താണ്? ഈ ശുശ്രൂഷയിലെല്ലാം തേജസ് കാണുകയാണ്, അധികാരവും ശക്തിയും പദവിയെല്ലാം കാണുകയാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാലാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളെല്ലാം കേൾക്കുകയും സ്തോത്രം ചെയ്യുകയും സ്തുതി പാടുകയും ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നത് മാത്രമല്ല, നമ്മൾ നന്മ ചെയ്യുവാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം, നമ്മുടെ പേര് മാറുന്നില്ല. നമ്മുടെ പേര് മാറണം. പേര് മാറണമെങ്കിൽ ഗലീല വിട്ട് യെരുശലേമിലേക്കുള്ള പാത, മിദ്യാന ദേശത്ത് നിന്നും ഹോരേബിലേക്കുള്ള ദീർഘമരുഭൂമി വഴിയായുള്ള യാത്ര, അത് അമ്മായിപ്പൻ്റെ വായിരിക്കുന്നത് കേട്ടു. സ്വന്തമല്ലാത്ത ആടുകളെ മേയിച്ച് രക്തം വേർപ്പാക്കേണ്ടി വരുന്ന അനുഭവങ്ങളും, രാവെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ, എങ്ങോട്ടെന്നില്ലാതെ, അല്ലേ, എന്താണ് പാപി എന്നറിയാൻ കഴിയാതെ കൊട്ടാരത്തിൽ 40 വർഷം വളർന്ന് ജീവിച്ച ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ കാട്ടിലെയും മരുഭൂമിയിലെ ദുർഗതി എന്തുമാത്രം ദുസ്സഹനീയമാണ്. ആ കൊട്ടാര സമാനമായ ജീവിത പശ്ചാത്തലങ്ങളെ വെടിഞ്ഞ് ദൈവം പറഞ്ഞ വാക്ക് കേട്ട് വന്നിട്ട് പോലും മരുഭൂമിവാസം വീണ്ടും 40 വർഷം കിടക്കുകയാണ്. എന്താണ്? മിസ്രൈമ്യൻ എന്ന പേര് അവനെ മാറ്റിയെടുക്കണമെങ്കിൽ അത്രത്തോളം പണി അവന് നടക്കേണ്ടത് ആവശ്യമാണ്. എത്രത്തോളം ലോകം നമ്മളിൽ കയറിയോ അത്രത്തോളം പണി നടക്കേണ്ടതിന് അത്രത്തോളം നാം താഴ്വീതിയിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ലോകം എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ വച്ച് കയറ്റിയോ അതിനനുസരിച്ച് ഇവറ്റകളെ പുറത്താക്കണമെങ്കിൽ അത്രയധികം ദുഷ്കരമായ പാതകളിലൂടെ കടത്തിവിട്ട് ആ പണിക്ക് നാം വിധേയപ്പെടേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ചില കുടുംബങ്ങൾക്ക് കൂടപ്പുറപ്പ് പോലെ പിന്തുടരുന്ന അസഹനീയമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്തും സ്വർഗീയമായ വ്യവസ്ഥയാൽ ആ ദൈവിക ഉദ്ദേശ്യം കാണുവാൻ തക്കവണ്ണം ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കേണ്ടതിന് ആത്മാവ് നമ്മെ എല്ലാവരെയും അതിനായി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പണി നമ്മിൽ നടക്കണം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. കൊട്ടാരത്തിൽ വസിക്കുന്ന ഒരു ലോകക്കാരനായിട്ട് ഇരിക്കുവാനായിട്ടല്ല ദൈവവിളി. നാം ലോകക്കാരായിരിക്കാതെ വണ്ണം ദൈവം നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. വാസ്തവത്തിൽ മോശയ്ക്ക് ഉത്തരം കിട്ടുവാൻ കഴിയാത്ത തൻ്റെ ജീവിത അനുഭവങ്ങളിൽ കടന്നുപോയ പാതകളിൽ പലപ്പോഴും ചോദ്യശരമായി തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അടുക്കടുക്കായിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ സംസാരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം മുഴുവനും അത് തന്നെയാണ്, ഉത്തരമാണ്, മുഴുവനും ഉത്തരമാണ്. സുവിശേഷങ്ങളിൽ മനോഹരമായ സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ്. ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷമാണ്. ദൈവത്തിൻ്റെ മഹത്വം, നീതിമാന ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഭൂമിയിൽ വസിക്കുമ്പോൾ അവന് ലഭിക്കപ്പെട്ടിരിക്കുന്ന പ്രമാണം അനുസരിച്ച് അവൻ നടക്കുമ്പോൾ ആ പ്രമാണത്തിന് അനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒത്തുചേർക്കുവാൻ കഴിയാത്ത വൈരുദ്ധ്യങ്ങളായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ ചോദ്യം നെടിലിടുന്നത്. ആ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ കഴിയില്ല. പക്ഷേ സുവിശേഷങ്ങളിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉണ്ട്. സ്തോത്രം. അപ്പോൾ വാസ്തവത്തിൽ എന്തിനായിട്ടാണ് കർത്താവ് മോശയെ ഈ വഴിയിലൂടെ കൊണ്ടുവന്നത്? ദൈവിക വ്യവസ്ഥ, ക്രിസ്തുവിൻ്റെ വ്യവസ്ഥ എന്താണ്? ലോകക്കാരൻ ആയിരിക്കാൻ പാടില്ല. നാം ഒരു മിസ്രൈമ്യൻ ആയിരിക്കാൻ പാടില്ല. ആരാണ് മിസ്രൈമ്യൻ? മിസ്രൈമിൽ ജനിച്ച് മിസ്രൈമ്യൻ്റെ സംസാരത്തിൽ വളർന്ന് മിസ്രൈമ്യൻ്റെ നന്മകൾ അനുഭവിച്ച് മിസ്രൈമിൽ ജീവിച്ച് മിസ്രൈമിൽ മരിക്കുന്നവനാണ് മിസ്രൈമ്യൻ. സ്തോത്രം. ലോകത്തിൽ ജനിച്ച് ലോകത്തിൽ വളർന്ന് ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിച്ച് ലോകത്തിൻ്റെ സംസ്കാരങ്ങളെ പ്രമാണിച്ചും പാലിച്ചും ലോകത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് നടന്ന് ലോകത്തിൽ മരിക്കുന്നവനാണ് ലൗകികൻ, ലോകക്കാരൻ. എന്നാൽ നാം ലൗകികൻ, ഞാൻ ലൗകികൻ അല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ ആകാതിരിക്കേണ്ടതിന്. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ അധികം പരിജ്ഞാനമുള്ളവരായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. വെറുതെ നമ്മൾ ഒരു പുറമെയുള്ള ഒരു വിശ്വാസ മേഖല വിട്ടിട്ട് ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഇറക്കിക്കൊണ്ടുവരുവാനുള്ള വാഞ്ചയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും ആത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗം തന്നെയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു.
അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. യത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുക, ഇതാണ് ജോലി. ദൈവം കൊട്ടാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് കൊട്ടാരത്തിലെ സകലവിധമായ സമ്പത്തുകളുടെയും അവകാശിയായിരുന്ന മോശയെ 1 ഗ്രാം സ്വർണം പോലും എടുക്കുവാൻ അവസരം കൊടുക്കാതെ, ഒരു മറുതുണി പോലും എടുക്കാൻ അനുവാദം കൊടുക്കാതെ ഓടി മിദ്യാനിലേക്ക് പോകേണ്ട അവസ്ഥകൾ വരുത്തി തീർത്ത ആ ദീർഘദൂര യാത്ര, ശീഘ്രമായി ഓടേണ്ട ആ യാത്രയിൽ അവിടെ എത്തിയ അനന്തരം നന്മ ചെയ്തിട്ടും അദ്ദേഹത്തിന് കിട്ടിയ ജോലി ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ സമൂഹത്തിൽ ഏറ്റവും തരം താണ ജോലിയാണ് ആടുകൾ മേയ്ക്കുക എന്നുള്ളത്. ഒരാട്ടിടയന് ഒരു പ്രസക്തിയുമില്ല. ഇസ്രായേൽ ദേശങ്ങളിൽ ആട്ടിടയന്മാരെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം ഇവരെ ആടുകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറമ്പിലൂടെയൊക്കെ പോകുമ്പോൾ പല ആൾക്കാരുടെ പറമ്പിലെ പലതും നശിപ്പിച്ച് നാമാവിശേഷമാക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവർ വെളിമ്പ്രദേശത്താണ് പാർക്കുന്നത്. സ്വാഭാവികമായി മനുഷ്യ തിങ്ങിപ്പാർക്കുന്ന ഇടകളെ വിട്ട് ആടുകളുമായി അവർ തുറസായ സ്ഥലങ്ങളിലേക്ക് വളരെ ദൂരം യാത്ര ചെയ്ത് അവർ നീരുറവുകളുള്ള ദേശങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് അവർക്ക് പുറം ലോകവുമായി വളരെ ബന്ധം കുറവാണ്. പുറം ലോകം എന്ന് പറയുമ്പോൾ സമൂഹവുമായി ബന്ധം കുറവാണ്. അവർ രാത്രി മുഴുവനും അവർ വെളിമ്പ്രദേശത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ആട്ടിടയൻ ഒരു കാര്യം പറഞ്ഞാൽ വലിയ പ്രസക്തിയൊന്നുമല്ല ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് യെരുശലേം ജനത്തിൻ്റെ ഇടയിൽ, ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും തരംതാണു ജോലി ചെയ്യുന്ന ഒരു ഇടയന്മാരുടെ നടുവിൽ മിശിഹ എന്ന രക്ഷിതാവ് ഇസ്രായേലിന് വേണ്ടി അവതരിച്ചു എന്ന സാക്ഷ്യം പറയേണ്ടതിന് ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തത്. കൊട്ടാരത്തിൽ ഉന്നതമായ ഗോത്രത്തിൽ ജനിച്ച് വളർന്ന ധാരാളം പ്രഭുക്കന്മാർ, ധാരാളം പരീശന്മാർ, സദൂക്യന്മാരൊക്കെ ഉണ്ടായിരിക്കെ അവരുടെ കുലത്തിലോ കുടുംബത്തിലോ എന്നും ആരെയും പ്രത്യക്ഷമാകുവാൻ ഇടയാകാതെ സ്വർഗീയ ദൈവം ആ സ്വർഗീയ മറശ്ശീല മാറ്റി യേശു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്ന സ്വർഗീയമായ വിളംബരം ഉദ്ഘോഷിപ്പാൻ തക്കവണ്ണം സ്വർഗം ആർക്കായി തുറന്നു കൊടുത്തു? വെളിമ്പ്രദേശത്ത് രാവോ വിശ്രമിക്കുന്ന ആട്ടിടയന്മാർക്കാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായത്. അവർ അഹോരാത്രം പണിപ്പെട്ട് ഓരോ ഗ്രാമങ്ങൾ കയറിയിറങ്ങി വിളംബരം ചെയ്യുമ്പോൾ എത്ര പേർ അത് വിശ്വസിച്ചു എന്നാണ് അത് പറയുന്നത്. അത് ആരും വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് ആട്ടിടയന്മാർ പറഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ആ കുലത്തിൽ ഏതെങ്കിലും ഉന്നത കുലത്തിലെ ഒരു പ്രഭുവിൻ്റെ വീട്ടിലോ അല്ല കൊട്ടാരത്തിൻ്റെ അകമയോ അല്ല ഏതെങ്കിലും ലേവി ഗോത്രത്തിലുള്ള ഏതെങ്കിലും ഒരു കുലത്തിലോ ഏതെങ്കിലും ഒരു പുരുഷ പ്രജയോടോ ഒരു കുലത്തോടോ ദൈവം സംസാരിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ സഭ ഒന്നടങ്കം അതിന് ശ്രദ്ധ കൊടുക്കുമായിരുന്നു. എന്നാൽ ബോധമില്ലാതെ വെളിവുകേട് പറയുന്ന രാത്രിയും പകലും ഉറക്കവുമില്ലാതെ ആടുകളുമായി ഇങ്ങനെ നടക്കുന്ന ഈ ആട്ടിടയന്മാർ ഈ പറയുന്ന ദൂതുകൾക്ക് വലിയ പ്രസക്തി കൊടുക്കാറുണ്ടോ? ഒരിക്കലും കൊടുക്കാറില്ല. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പ്രസക്തി മനുഷ്യൻ കൊടുക്കാത്തതിന് പ്രസക്തി കൊടുക്കുന്നവനാണ്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇല്ലേ, 2 ഭർത്താവുള്ള ഒരു സ്ത്രീയുടെ വാക്ക് നിങ്ങൾ കൈക്കൊള്ളുമോ? ഒന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്. 2 ഭർത്താവുള്ള ഒരു സ്ത്രീ നിങ്ങളോട് ആത്മീയ കാര്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുണ്ട്, അതും അവിടെ ഭർത്താവല്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീ പറഞ്ഞ ആത്മീക കാര്യം കൈക്കൊള്ളുവാൻ ശമരിയക്കാർക്ക് മനസ്സായി. ഇന്ന് ക്രൈസ്തവ സമൂഹമായി നാം എങ്ങനെയാണ് ഇതിനെല്ലാം വിലയിരുത്തുന്നത്? 2 ഭർത്താവുള്ള ഒരു സ്ത്രീയുടെ വാക്ക് നമ്മൾ കൈക്കൊള്ളില്ല. 5 ഭർത്താക്കന്മാരും പ്ലസ് 1 ഇപ്പോൾ വേറൊരുത്തനുണ്ട്, നിലവിൽ ഉണ്ട്, 6ാമത്തവൻ നിലവിൽ ഉണ്ട്. ആ അവസ്ഥയിൽ ആയിരുന്നിട്ടും ഈ സ്ത്രീ എന്താണെന്ന് പറയുവാൻ ശ്രദ്ധ കൊടുക്കുകയും അവൾ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ ശമര്യർ തയ്യാറാകുകയും ചെയ്തു. നമ്മുടെ മനോഭാവം ഇതിലേക്ക് മാറ്റിക്കൊണ്ടുവരണം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു പാപിനിയായ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവർക്ക് ശിക്ഷ വിധിപ്പാൻ ഇടയാകാതെ ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രേ വന്നിരിക്കുന്നത് എന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് വിളംബരം ചെയ്തിട്ട് തനിക്ക് അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവിധമുള്ള അധികാരവും അവകാശവും ഉണ്ടായിരിക്കെ പാപം ചെയ്യാത്തവൻ അവളെ കല്ലെറിയണം എന്ന നിയമപ്രകാരം അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവസരം ഉണ്ടായിരിക്കെ യേശു ആ പ്രവൃത്തി ചെയ്യാതെ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നീതിപരമായ സ്നേഹത്തെയും ആ സ്വർഗീയമായ വ്യവഹാരത്തെയും സാവധാനം ക്ഷമയോടെ സഹിഷ്ണുതയോടുകൂടെ ആ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതിന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം വെളിപ്പെടുത്തിയ ആത്മസംയമനം എത്ര ഉന്നതമാണ്! ആ സംയമനം എത്ര
എത്ര ഉന്നതമാണ്. നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ ആത്മസംയമനത്തിൻ്റെ അല്പമെങ്കിലും നമ്മുടെ അയൽവാസിയുടെ വിഷയത്തിൽ നാം കാണിക്കണ്ടേ? നമ്മോട് പിണങ്ങിയിരിക്കുന്ന ബന്ധുക്കളുടെ വിഷയത്തിൽ കാണിക്കണ്ടേ? നമ്മളെ ഞെരുക്കുന്ന ഭർത്താവിൻ്റെ വിഷയത്തിൽ കാണിക്കണ്ടേ? നമ്മളെ ഞെരുക്കുന്ന ഭാര്യയുടെ വിഷയത്തിൽ കാണിക്കണ്ടേ? പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ ആത്മാവ് നമ്മോട് പറയുന്നു, അവൻ സമസ്തത്തിൽ നമുക്ക് മാതൃക ദർശനമായി വെളിപ്പെടുത്തി നൽകുക. അവൻ്റെ സമ്പൂർണ്ണ ജീവിതം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകേണ്ടതിന് ഈ നിർമ്മലമായ വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ആ സ്വർഗീയമായ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമായി തീരേണ്ടതിന് ഹൃദയനുറുക്കത്തോടുകൂടെ മനസ്താപത്തോടുകൂടെ ഈ വചനത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവപ്രസാദം കൈക്കൊള്ളുവീൻ എന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച് തുടങ്ങി. യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. ഇല്ല. 3.5 വർഷം കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഗതികെട്ട ജീവിതം. ഹല്ലേലൂയ. സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതമല്ല, സ്നാനപ്പെട്ട് കർത്താവിനോട് കൂടി ചേർന്ന് ഏകദേശം 3.5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ ഈ പറയുന്നത്. ഇല്ല. ഇതാണ് ഇപ്പോൾ മോശ. യേശു പേര് ചൊല്ലി വിളിച്ച്, യേശു 3.5 വർഷം അവരെ നടത്തി പരിപാലിച്ച്, എന്നിട്ട് യേശു പാപ ക്ഷമയ്ക്കായിട്ടുള്ള മരണം ഏറ്റുവാങ്ങി ഉയർക്കപ്പെട്ട് തിരികെ വന്ന് അവരോട് സംസാരിക്കുന്നത് വരെയുള്ള സമയമാണ് മോശ കൊട്ടാരത്തിൽ നിന്ന് മിദ്യാൻ ദേശം വഴിയായി ഹോരേബ് വരെ എത്തുന്ന ആ സമയം. ആ സെയിം റൂട്ടാണത്. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പോൾ ഇദ്ദേഹം വല്ലവൻ്റെ ആടുകളെ മേയ്ക്കുകയാണ് മോശ. അയക്കൊന്നും സ്വന്തമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അതുപോലെ ഇവിടെ ഇപ്പോൾ കർത്താവ് ചോദിക്കുക, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഉണ്ട് എന്നല്ല പറഞ്ഞ്, ഇല്ല. വായിക്കും, 7-ാമത്തെ വാക്യം. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. നഗ്നൻ, ഒന്നുമില്ലാത്തവനായി നഗ്നനായി. 3.5 വർഷത്തെ യേശുവിനോട് കൂടെ നടന്ന ശുശ്രൂഷയുടെ ഫലം. ഒന്നുമില്ലാത്തവനായി നഗ്നനായി. ഇനി അല്പം താപ്പോട്ട് വായിച്ചു വരുമ്പോൾ, ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരുവിൻ എന്ന് പറയുമ്പോൾ ഏകദേശം 153 പെരുത്ത മീനെ പത്രോസ് കൊണ്ടുവരുന്നതായി കാണാം. അതിൽ ഏതെങ്കിലും ഒരു മീൻ അവർ കഴിച്ചതായിട്ട് അതിനകത്തുണ്ടോ? അവ ചേട്ടാ 153 കൊണ്ടുവന്നു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കൊണ്ടുപോയ മീൻ വെച്ചാണോ കർത്താവ് കുക്ക് ചെയ്തത്? ഇവർ നോക്കുമ്പോൾ കനലിൽ അപ്പോ ഇല്ലേ, എല്ലാം സെറ്റപ്പാക്കി കർത്താവ് വെച്ചിരിക്കുകയാണ്. ഈ 153 ഒരെണ്ണം പോലും അവരെടുത്തോന്ന് എനിക്കറിയില്ല. കാരണം അവിടെ മുതൽ വിളി മാറുകയാണ്. നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കും. മലയാളത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മൂലഭാഷയിലൊക്കെ ഇവരിൽ എന്നല്ല, ഇവയിൽ എന്നാണ്. ഇവയിൽ നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? ആ കൂട്ടത്തിൽ ശിഷ്യന്മാരുമുണ്ട്, 153 പെരുത്ത മീനും കിടക്കുകയാണ്, വള്ളവുമുണ്ട്, വലയുമുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഇവയിൽ നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? മോശയെ ആ കാര്യം പഠിപ്പിക്കുവാനായിട്ടാണ് മിദ്യാനിലേക്ക് കർത്താവ് ഓടിപ്പിച്ച് കൊണ്ടുവന്നത്. മിദ്യാനിൽ കൊണ്ടുവന്നിട്ട് മറ്റൊരുവൻ്റെ അവകാശം വച്ച് ജീവിക്കേണ്ടി വരുന്ന ഗതികേട് അല്ലേ, മറ്റൊരാളിൻ്റെ ഉടമസ്ഥതയിലുള്ളതിനെ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന, സ്വന്തമല്ലാത്തതിനെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. കൊട്ടാരത്തിൽ ഈ ജീവിതമല്ല. ഈ ഭൂമിയിൽ നമ്മൾ സ്നാനമേറ്റ് നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ ലൗകികമായതിനെ തിരികെ പിടിക്കുവാൻ എന്നെ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോകേണ്ട ഗതികേട് എനിക്കുണ്ടായി. ഇനി ഹോരേബിലെ ആ തീ അങ്ങോട്ട് കണ്ട ഉടനെ, കർത്താവെ, എന്നെ പുച്ഛിച്ച്, എന്നെ പുറന്തള്ളി, എന്നെ അപമാനിച്ച്, എന്നെ ഇറക്കി വിട്ട, എന്നോട് കൂടെ വളർന്ന ആ കൊട്ടാരത്തിൽ കുറേ എണ്ണം ഉണ്ട്, അവനൊക്കെ നോക്കി നിൽക്കുക, എന്നെ കൊട്ടാരത്തിലേക്ക്, എൻ്റെ പഴയ അവകാശത്തിലേക്ക് എന്നെ മടക്കി കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് 2 അന്യഭാഷ്യം പറഞ്ഞ് ആ മുൾപ്പുറപ്പിൻ്റെ മുമ്പിൽ പുള്ളി മുട്ടുകുത്തി ആരാധിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ. അത് ചെയ്തത് പെന്തക്കോസ്തുകാർ അങ്ങനെയല്ലേ ചെയ്യുന്നേ?
അല്ലേ? നമ്മൾ തീ കണ്ടാൽ നമ്മൾ മുട്ടുകുത്തി ആരാധിക്കുന്നത് നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്താതെ നമ്മൾ അടങ്ങില്ല. ക്രൂശിന്റെ ജയകരമായ ജീവിതത്തിന്റെ പവിത്രമായ സന്ദേശം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഗ്രഹിച്ച് ദൈവം പ്രസാദിക്കുന്ന ജീവിതം, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ആ വാക്യം പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. അത് എന്നെക്കുറിച്ച് പറഞ്ഞ കാരണം, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടല്ല ഞാൻ സന്തോഷിക്കുന്നത്, പിന്നെ എൻ്റെ അരിമോളായ കർത്താവിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്, അല്ലേ? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ഈ ഒരു സാക്ഷ്യം കേൾക്കണമെങ്കിൽ മിസ്രൈമിലെ സകലതും നഷ്ടപ്പെടണം. പേര് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന വിളിപ്പേര് നിരസിക്കണം. കൊട്ടാരം വിടണം. രാജാവിനെ ഭയപ്പെടാതെ കൊട്ടാരം വിടണം, മിസ്രൈം വിടണം. എന്നിട്ട് നന്മ ചെയ്യുവാൻ തുടങ്ങണം. അപ്പോഴും പേര് മിസ്രൈമിൻ എന്ന് തന്നെയായിരിക്കും. അതിനുശേഷം ഒരു സ്തോത്രം പോലും പറയുവാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ദൈവഹിതപ്രകാരമുള്ള ചില താഴ്വീതിയിലേക്കുള്ള യാത്ര. ആ യാത്രയെല്ലാം ചെയ്ത് എവിടെ എത്തും? ഹോരേബിൽ എത്തും. യഹോവയുടെ പർവ്വതമായ ഹോരേബിൽ എത്തും. തീജ്വാല കാണുകയാണ്, പ്രകാശം കാണുകയാണ്. അവൻ ഒരു നിയോഗത്തോടുകൂടെ ആ മലകളങ്ങോട്ട് കയറി പോകുകയാണ്. ദൈവശബ്ദം കേട്ടു തുടങ്ങുമ്പോഴും തൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ് പ്രിയമുള്ളവരെ? ഞാൻ ജീവരക്ഷയ്ക്കായി ഓടി വരേണ്ടി വന്ന ആ സ്ഥലത്തേക്ക് എന്നെ പഴയ സാഹചര്യവും പദവി നൽകി മടക്കി അയക്കണമേ എന്ന ഒരു ചിന്തയുടെ 7 കണിക പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. ദൈവശബ്ദം കേൾപ്പാൻ വാഞ്ചയുള്ളവനായി, ദൈവം എന്താണോ പറയുന്നത് എന്ന് കേൾക്കുവാൻ ആകാംക്ഷയുള്ളവനായി ചെരിപ്പൂരി മാറ്റിവെച്ചിട്ട് മുഴങ്കാലിന്മേൽ നിൽക്കുകയാണ്. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. 40 വർഷം കൊട്ടാരത്തിൽ ജീവിച്ചിട്ടും തൻ്റെ ജീവിതയാത്രയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അനുഭവം. കൊട്ടാരം വിട്ട് മിദ്യാന ദേശം വരെ എത്തിയിട്ടും ഉണ്ടായിട്ടില്ലാത്ത അനുഭവം. മിദ്യാന ദേശം മുതൽ ഹോരേബിൻ്റെ താഴ്വരയിൽ പലപ്പോഴും എത്തിയിട്ടും ഉണ്ടായിട്ടില്ലാത്ത ആ ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള അനുഭവവുമായി ബന്ധപ്പെട്ട് അത് എന്താണ് പറയുന്നത്? അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവം മുൻപാകെ അടുത്തു വരുന്ന ഒരു ദൈവദാസൻ. അങ്ങനെയാണെങ്കിൽ നാം സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനായിട്ട് ദൈവസഭയിൽ വന്നതിന് ശേഷം നമ്മൾ എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മുടെ ജോലി സ്ഥിരതയാകുവാൻ, നമുക്ക് പ്രൊമോഷൻ കിട്ടുവാൻ, നമ്മുടെ കുഞ്ഞിന് നല്ലൊരു വിവാഹം കിട്ടുവാൻ, നമ്മുടെ മകൻ നല്ല രീതിയിൽ പാസ്സായി നല്ലൊരു ജോലി കിട്ടുവാൻ, ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി സ്വസ്ഥമായി സ്വൈര്യമായി കുടുംബമായി പാർത്ത് നന്മകൾ അനുഭവിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അവരും ദീർഘായുസ്സോടുകൂടെ ജീവിച്ചിരുന്ന് അനേക ദൈവദാസന്മാരെ സഹായിപ്പാൻ, അനേക ദൈവസഭകളെ സഹായിപ്പാൻ, അനേക സാധുക്കളെ സഹായിപ്പാൻ, ഇങ്ങനെ നന്മ ചെയ്തുകൊണ്ട് അവരും പ്രത്യാശയോടുകൂടെ അക്കരെ നാട്ടിലെത്തണം. ഇതല്ലേ ഓരോ അപ്പന്മാരുടെ അമ്മമാരുടെ ആഗ്രഹം? അത് സ്വാഭാവികമാണ്, എല്ലാ മനുഷ്യരുടെ ആഗ്രഹമാണ്. എന്നാൽ വചനത്തിലേക്ക് അടുത്തു വരുന്നവന്റെ ചിന്ത അതല്ല. അവൻ ലൗകികനല്ല, അവൻ ജഡികമായ മേഖല വിട്ട് ആത്മീക മനുഷ്യൻ, ആത്മമനുഷ്യൻ, ജഡമനുഷ്യന്റെ പൈതൃകം വിട്ടുകളഞ്ഞ് ആത്മമനുഷ്യന്റെ മേഖലയിലേക്ക് അവൻ കയറി തുടങ്ങിയാൽ അവൻ വചനത്തിലാണ് ആശ്രയിക്കുന്നത്. ദൈവം എന്നോട് എന്താ പറയുന്നത്, ദൈവം എന്നോട് എന്താ ചെയ്യുവാൻ പറയുന്നത്, അത് അനുസരിച്ച് മാത്രം സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരാത്മപ്രകൃതത്തിലേക്ക് പണിഞ്ഞ് ഒരുക്കി എടുക്കുവാനായിട്ടാണ് മിദ്യാനിൽ നിന്നും ഹോരേബ് ലക്ഷ്യമാക്കിയുള്ള യാത്ര കർത്താവ് മോശയ്ക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. ആ ചരിത്രങ്ങളൊക്കെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവം സത്യത്തിൽ നമ്മളെക്കുറിച്ച് വിഭാവന ചെയ്തിരിക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ റൂട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയാകും. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. 3-ാം അധ്യായം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ഒന്നാമത്തെ അവൻ്റെ ദൗത്യം ഈ ആടുകളുമായി മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം കൊണ്ടെത്തിക്കണം. ദൈവം മോശയോട് കാര്യം സംസാരിച്ചില്ല. യോസെഫിനോടും ആ കാര്യം കർത്താവ് സംസാരിക്കുന്നില്ല. മോശയോട് കർത്താവ് പറയുന്നില്ല ഈ കാര്യം. പക്ഷേ പുള്ളിയുടെ ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടെത്തിച്ചത്. ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ ദൈവം തനിക്ക് ശുപാർശ ചെയ്ത് നൽകിയ ജീവിത സാഹചര്യം. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി പാസ്റ്റർ, ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല.
പാഷ് ഒരു കാര്യം ചെയ്യും, പാഷ് ഞങ്ങളുടെ കാര്യത്തിൽ ഓർത്ത് വിഷമിക്കുന്ന വേണ്ട, പാഷ് ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് മാത്രമല്ലോ ഈ പ്രശ്നം ഉള്ളല്ലോ, ബാക്കിയുള്ള പലർക്കും ഈ പ്രശ്നമില്ലല്ലോ, കാരണം അവരെ ഓർത്ത് ഭാഷകൾ സന്തോഷിച്ചാൽ മതി, ഞങ്ങളുടെ കാര്യം ഓർത്ത് ഭാഷ ദുഃഖിക്കുന്നത് വേണ്ട, ഇല്ലേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വലിയ കാര്യമൊന്നുമില്ല പാസ്റ്റേ, ഞങ്ങളങ്ങ് സഹിക്കാം. ഇങ്ങനെ മോശ പറയുന്നില്ല. മരുഭൂമിക്കപ്പുറം യഹോവയുടെ പർവ്വതമായ ഹോരേബോളം ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കണം. കാരണം ഈ അല്പച്ചില നാളുകൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പേരിനാൽ സ്വന്തം ജനമായി അറിയപ്പെട്ടിരുന്ന അബ്രഹാമ്യ പുത്രന്മാരെ ഇതുപോലെ നയിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തെ കൊണ്ട് എത്തിക്കണം. അതിനെക്കുറിച്ചുള്ള വ്യക്തവും സദൃഢമായ വെളിപ്പാട് അവൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടതിനാകുന്നു ഇപ്പോൾ വല്ലവൻ്റെ ആടുകളെ മേയ്ക്കേണ്ട ഗതികേട് ഇദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാട്ടുകാരൻ്റെ, വീട്ടുകാരൻ്റെ, ബന്ധുക്കളുടെയും പഞ്ചായത്തുകാരൻ്റെ ഒക്കെ വായിരിക്കുന്നതൊക്കെ കേട്ട്, ജോലി സ്ഥലത്തും അവൻ്റെ ഇവൻ്റെ വായിരിക്കുന്നതല്ല കേട്ട്, നന്മ ചെയ്തിട്ടും തിന്മ അനുഭവിക്കുന്നവരെ പോലെയുള്ള അനുഭവം ഇല്ലേ, ഉപകാരം ചെയ്തിട്ടും തിന്മ അല്ലെങ്കിൽ പ്രതികാരം ചെയ്തവരെ പോലുള്ള അനുഭവങ്ങൾ, ഒരു നന്മ ചെയ്തിട്ടും ഒരു നന്മയുടെ പ്രതിഫലനം അനുഭവിപ്പാൻ കഴിയാതെ മനുഷ്യത്വരഹിതമായ വൈരുദ്ധ്യമായ വല്ലാതെ നാല് ഭാഗത്ത് ഞെക്കി ഞെരുക്കുന്ന മനസ്സ് കഠിനപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയും ചെയ്യുന്നെങ്കിൽ നമ്മൾ സ്നാനപ്പെട്ട ആളാണ്, വിശ്വാസിയാണ്, ഇപ്പോഴും പള്ളിയിൽ പോകുന്നവരാണ്. പക്ഷെ ജീവിതം ഇങ്ങനെയാണ്. എന്തിനായിട്ടാണ്? 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ നമ്മൾ രാജാക്കന്മാരായി വാഴുക എന്ന് പറഞ്ഞാൽ ഏത് ജനമാണ് നമുക്ക് വാഴുവാൻ ദൈവം ഈ ഭൂമി നൽകുന്നത്? അതുമായി ബന്ധപ്പെട്ട ജനത്തെ ഉത്തമമായ പാതയിലൂടെ യഹോവയുടെ പർവ്വതമായ ഹോരേബോളം കൊണ്ടെത്തിക്കുക, കനാൻ ദേശത്തോളം കൊണ്ടെത്തിക്കുക എന്ന ഉത്തമമായ ലക്ഷ്യം. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ചെലുത്തുന്ന വിശ്വാസം മറ്റുള്ളവരിൽ വളർന്ന് പന്തലിച്ച് അവരും യഥാർത്ഥ പാതയിലേക്ക് പോകുവാൻ, നാം കഠിനമായ ശോധനയിലൂടെ കടന്നു പോകുമ്പോഴും നാം പിന്തിരിഞ്ഞു പോകാതെ, പിന്മാറിപ്പോകാതെ, കയ്പുകാടി കുടിച്ചുകൊണ്ടും ഈ കഷ്ടതയുടെ കഠിന ശോധനയെ നാം വിശ്വാസത്താൽ അതിജീവിക്കുന്ന, അതിജീവനത്താൽ ഉളവായി വരുന്ന പ്രകാശത്താൽ ഈ ഇരുട്ടിലിരിക്കുന്ന അനേകർക്ക് ആ വിശ്വാസത്തിൻ്റെ വെളിച്ചം കാണുകയും ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലൂടെ അവരും യഹോവയുടെ പർവ്വതമായ ഹോരേബോളം എത്തപ്പെടുവാനും ഇടയാകും. അങ്ങനെ നാം നയിക്കപ്പെടുകയും നാം നിമിത്തം അനേകർ നയിക്കപ്പെടുകയും ചെയ്യുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിർമ്മലമായ വിശുദ്ധി ഈ വചനത്തിൻ്റെ ആധികാരികമായ വെളിപ്പാടിലൂടെ ഗ്രഹിച്ച് മുൻപോട്ട് പ്രയാണം ചെയ്യണമെന്ന് ആത്മാവ് നമ്മളോട് ആലോചന പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് വരാം. 26-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഈ വാക്യം നിങ്ങൾ ദൈവം മോശയോട് സംസാരിച്ചതുപോലെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചെന്ന് വായിച്ചു നോക്കിക്കുക. ഈ വാക്യം ദൈവം അന്ന് മോശയോട് സംസാരിക്കുകയാണ് അല്ലേ? അവർക്ക് ആർക്ക് മരുഭൂമിയിൽ അല്ലെങ്കിൽ മിസ്രൈം ദേശത്ത് കുടുങ്ങപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് പാപമോചനവും ദൈവത്തിങ്കിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം, അത് കനാൻ ദേശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കുവാൻ 430 വർഷത്തോളം വല്ലാതെ വട്ടം ചുറ്റി നടക്കുന്ന ഈ ജനത്തിൻ്റെ കണ്ണ് തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും, ഫറവോൻ്റെ അധികാരത്തിൽ നിന്ന് ആ മിസ്രൈമ്യ ഇഷ്ടിക ചൂളയിലൂടെ പരിശോധന നടത്തുന്ന ആ കാപാലികനായ ഫറവോൻ്റെ കയ്യിൽ നിന്ന്, സാത്താന്യ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇതാണ് നമ്മുടെ ജീവിതം. യഥാർത്ഥ സമ്പൂർണനായ ഒരു ആത്മ മനുഷ്യൻ്റെ രൂപരേഖയാണ് പുറപ്പാട് പുസ്തകം. ദൈവം പ്രസാദിക്കുന്ന ഒരു ആത്മീക ജീവിതം ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ നയിക്കണം എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് പുറപ്പാട് പുസ്തകം. വാസ്തവത്തിൽ മിസ്രൈമ്യ ദേശത്ത് ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത് അതിൻ്റെ സ്വർഗീയ വെളിപ്പാട് ഹോരേബിൽ കൊടുക്കുവാനായിട്ടാണ് ഈ വ്യഥ ഇപ്പോൾ മോശ അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം വീണ്ടെടുക്കപ്പെട്ടിട്ട് വീണ്ടെടുക്കപ്പെടാത്തവരെ പോലെ
അല്ലേ? നാം വിടുവിക്കപ്പെട്ടിട്ടും ഇപ്പോഴും പലപ്പോഴും സാത്താന്യ അധീനതയിൽപ്പെട്ട് കിടക്കുന്നത് പോലെ, വെളിച്ചം നമ്മുടെ ഉള്ളിൽ വന്നിട്ടും ഇപ്പോഴും നാം ഇരുളിൽ വസിക്കുന്ന സാഹചര്യങ്ങൾ പോലെ, ഒരു മനുഷ്യന് നമ്മോട് ദയ തോന്നുന്നില്ല, ഒരു അയൽവാസിയെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു ബന്ധുവും നമ്മളെ മാനിക്കുന്നില്ല, ഒരു മനുഷ്യനെ നമ്മളെ സഹായിക്കുന്നില്ല, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വിശ്വസ്തനായി ഇരുന്നിട്ട് നമുക്കൊരു പദവിയോ തരുന്നില്ല, നമ്മളെ അംഗീകരിക്കുന്നില്ല, നമ്മുടെ വാക്കുകൾ ആരും കൈക്കൊള്ളുന്നില്ല. ഇങ്ങനെ വല്ലാത്ത ഒരു ജീവിത സാഹചര്യം. ഈ അവസ്ഥയിൽ നിന്ന് സ്വർഗീയ കനാൻ ദേശത്തേക്ക് എത്തുന്ന നാൾ വരെ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച 18-ാമത്തെ വാക്യം ബന്ധപ്പെട്ട് ഇസ്രായേൽ മക്കളുടെ ആ കാലത്തെ സാഹചര്യം പോലെയായിരിക്കും ഇപ്പോൾ ഈ ഭൂമിയിൽ പാർക്കുന്ന എല്ലാ ദൈവമക്കളുടെയും സാഹചര്യം. ഇതിനെ പൈസ കൊടുത്ത് മാറ്റുവാൻ ശ്രമിക്കരുത്. നമുക്ക് മിസ്രയീമിൽ അല്പം ആശ്വാസം ഉണ്ടാകണമെങ്കിൽ ഫറവോനോടുകൂടി ചേർന്നാൽ മതി. ഫറവോൻ്റെ പ്രമാണം അനുസരിച്ചാൽ അടുത്ത നിമിഷം നമ്മൾ മിസ്രയീമ്യരാകുകയാണ്. നമ്മൾ മിസ്രയീമ്യനാകിയാൽ നമുക്ക് മിസ്രയീമിൻ്റെ എല്ലാ അവകാശങ്ങളും പദവിയും സ്ഥാനവും ആകും പോനും പോകും എല്ലാം നമുക്ക് കിട്ടും, എല്ലാം കിട്ടും. ഒരു ചെറിയ ഒരു അറ്റാച്ച്മെൻറ്റ് ഫറവോനോട് ചെയ്താൽ മതി. പക്ഷേ ഇവർ തനിച്ച് പാർക്കുന്നൊരു കൂട്ടം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയുമില്ല എന്ന് ഇവർക്ക് വരുംകാല തലമുറയെക്കുറിച്ച് സാക്ഷ്യമായി പറയേണ്ടതിന് ഇവരെ നിയമിച്ചാക്കിയ സ്ഥലത്ത് തന്നെ ഇവർ പാർക്കുകയാണ്. മിശ്രൈമരുമായി ഇടകലരാതെ ഇവർ ആ റയംസേസിൽ തന്നെ പാർക്കുകയാണ്. എന്തിന്? ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണവും ആ വ്യവസ്ഥ നിമിത്തം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലറുവാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർ അത്രയും കഷ്ടത അനുഭവിക്കുന്നു. ഈ കഷ്ടത ഇന്ന് മാറും. എങ്ങനെ? ഞാൻ ഇസ്രായേലിൻ അല്ലാതായി മാറിയാൽ മതി. ഇന്ന് ഞാൻ ഒരു മിസ്രൈമനായി മാറിയാൽ അന്ന് എൻ്റെ കഷ്ടത മാറുകയാണ്, ഈ ഭൂമിയിലെ കഷ്ടത മാറുകയാണ്. ഇന്ന് ഞാൻ ഒരു ലൗകികനായി മാറിയാൽ ഇന്ന് എൻ്റെ കഷ്ടത മാറും. എന്നു തീരും എൻ്റെ കഷ്ടം ഇന്ന് മണ്ണിരെ, അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തൻ്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ, അന്ന് എനിക്ക് സാധ്യമേ മകൾ സമ്മേ. അന്നേ പറ്റൂ. ഈ കണ്ണുനീര് മാറുന്നത്, ഈ വേദനകൾ മാറുന്നത് നമ്മൾ ഈ മിസ്രൈമിൽ വസിക്കുന്ന കാലഘട്ടത്തോളം നിലനിൽക്കുന്നതാണ്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്ന നാൾ വരെ ഒരു വിശുദ്ധൻ്റെ കണ്ണ് ഈറൻ അണിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ലോകം അതാണ്. നമ്മൾ വഞ്ചനയിൽപ്പെട്ട് ഉഴന്നു പോകാതെ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി നിലനിൽക്കുന്ന നല്ലൊരു അവകാശത്തിനായിട്ട്, ക്ഷയം വാട്ടമില്ലാത്ത നല്ലൊരു അവകാശത്തിനായിട്ട് തന്നെ ആത്മാവായവൻ നിങ്ങളെ ഒരുക്കി എടുക്കുമാറാകട്ടെ. അതിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 26-ന്റെ 20 അപ്പോസ്തല പ്രവൃത്തി. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദിയ ദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഒന്ന്, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. 2, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. സ്നാനം വിട്ട് ദൈവസ്ഥനിലേക്ക് അടുത്ത് വരുന്ന ഒരു ദൈവ പൈതൽ, അവനിൽ ആദ്യം നടക്കേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരം ഇതുവരെ താൻ കണ്ടും കേട്ടും അനുഭവിച്ച് അറിഞ്ഞതുമായ സകല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാനസാന്തരം. ആ നഷ്ടപ്പെട്ടു പോയത് ഇനി എനിക്ക് വേണ്ട. ഞാൻ ഏത് സാഹചര്യത്തിലും ഏത് പദവിയിലും ഏത് അവകാശത്തിലുമായിരുന്നോ കൊട്ടാരത്തിൽ, അതിനെ ഒരു നിമിഷം പോലും തിരിച്ച് പിടിക്കുവാനുള്ള ആഗ്രഹം ഉളവാകുവാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസാന്തരം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിരുപാധികം വെറുപ്പാൻ ശേഷി നൽകുന്ന വിധത്തിലുള്ള മാനസാന്തരം. മാനസാന്തരപ്പെട്ട് ലോകത്തിലേക്ക് തിരിയുവാനല്ല, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. എന്നിട്ട് ആ മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക. ഇതാണ് നമ്മളെ വിളിച്ച വിളി. ഈ വിളിയുടെ ആഴങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം മനസ്സിലാക്കുമ്പോഴാണ് ദൈവം പറയും, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. കൊട്ടാരത്തിൽ എത്ര നന്മ ചെയ്താലും, കൊട്ടാരത്തിൻ്റെ വെളിയിൽ എത്ര നന്മ ചെയ്താലും, കൊട്ടാര സമാനമായ അവസ്ഥ വിട്ട് മിദ്യാനി വന്ന് പാർത്താലും, അവിടെ നന്മ ചെയ്താലും, മിസ്രൈമിൻ എന്ന പേര് നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് കർത്താവിൻ്റെ ഉള്ളത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നാം നിമിത്തം കർത്താവിൻ്റെ ഉള്ളം പ്രസാദിക്കപ്പെടണമെങ്കിൽ മിസ്രൈമീൻ എന്ന പേര് മാറണം.
നമ്മളെ ഇനി കണ്ടാൽ മിശ്രൈമിനെന്ത് പരിയില്ല. മിശ്രൈമിനെ കണ്ടാൽ കഴിവുള്ളവനാണ്. അവൻ്റെ ആയോധന കലകളിലെ നൈപുണ്യവും അതിൻ്റെ കായിക അഭ്യാസവും ഇല്ലേ, ശാരീരിക അഭ്യാസവും ഒക്കെ നിമിത്തം കൊച്ചിയിലെ വളർന്നു വന്നതാണ്. കൊട്ടാരത്തിലെ മസിലൊക്കെ ഉരുട്ടി കാണിച്ച് നിൽക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ വേഷം അറിയാമല്ലോ, പർവ്വന്മാരുടെ വേഷം അറിയാമല്ലോ. അന്ന് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം പ്രശ്നക്കാരനാണെന്ന് അറിയാം. അവൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണത്തില്ല, എപ്പോഴും ഗൗരവം തന്നെ ആയിരിക്കും. വാക്സാമർത്ഥ്യമുള്ളവനാണ്. മിശ്രൈമൻ ഏത് കാര്യം ചോദിച്ചാലും ആ കാര്യത്തെക്കുറിച്ച് മറുപടി നൽകുവാൻ കഴിയുന്ന അവസ്ഥയിൽ സകല ജ്ഞാനം അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യമുള്ളവൻ മിശ്രൈമൻ. ഇവനെ ഇസ്രായേലിനാക്കുമ്പോൾ മിശ്രൈമിനേക്കാൾ 2 ഡിഗ്രിയും കൂടെ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയല്ല പ്രിയമുള്ളവരെ ചെയ്യുന്നത്. ഈ ലോകത്തിലെ ജ്ഞാനത്തോടു കൂടെ ചേർത്ത് പ്ലസ് ഇല്ലേ. രാജൻ വിക്ടർ ഇവിടെ പ്രസംഗിക്കുന്നു. പാസ്റ്റർ രാജൻ വിക്ടർ ബ്രാക്കറ്റിൽ MA MTH അല്ലേ, BSc BEd BD DD ആദ്യമുള്ളതെല്ലാം മായ്ച്ച് കളയല്ല, അത് ഇല്ലാത്തവനെ പോലെയായി. ആ ജ്ഞാനം മൊത്തവും ഈ ആടുകളെ മേയ്ച്ച 40 വർഷം കൊണ്ട് പോയി. ആ സാമർത്ഥ്യമല്ല മാറി ആടുകളോട് സംസാരിച്ച് നാക്ക് കഠിനം. മനുഷ്യനോട് സംസാരിച്ചാൽ നാക്ക് കഠിനമാകില്ലായിരുന്നു. പക്ഷെ ആടുകളോട് സംസാരിച്ച് ഇദ്ദേഹത്തിൻ്റെ നാക്കിന് കട്ടിപിടിച്ച് പറയുന്നത് എന്തെന്ന് ഇദ്ദേഹത്തിന് തിരിയത്തില്ല. പിന്നെ കേൾക്കുന്നവർക്ക് എങ്ങനെ മനസ്സിലാകും? ആ അവസ്ഥയിലെത്തി. കർത്താവേ, വേറെ ആരെങ്കിലും അയക്കണമേ, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാണല്ലോ. മോശ തിരികെ മിസ്രൈമിലേക്ക് ചെന്നപ്പോൾ അവിടെ റയംസേസിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഇസ്രായേലിന് മോശയെ കണ്ടപ്പോൾ ഇവൻ ഏതോ ഒരു മിസ്രൈമനാണല്ലോ എന്നൊരു ചിന്ത ഏവൻ്റെങ്കിലും ഉള്ളിലുണ്ടായോ? നീ ആരാ? നീ ഒരു മിസ്രൈമിനെ പോലെ കാണുന്നല്ലോ, നിന്നെ മാറിക്കടാ, ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കർത്താവ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇത്രയുടെ മക്കൾ നോക്കുമ്പോൾ അവൻ മിസ്രൈമനാണ്. മിസ്രൈമനായിരിക്കുന്ന അവനെ 40 വർഷം കൊണ്ട് മൂശയിലൂടെ കയറ്റി ഉരുക്കി പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവനൊരു ഇസ്രായേലിയനാണ്. പറവന് ഒരു സംശയം വേണ്ട, ഇവനൊരു ഇസ്രായേലിയൻ തന്നെയാണ്. അവൻ്റെ വാക്കിൽ പറയാം, പറവന് പറയാം, നീ പണ്ട് 40 വർഷം ഇവിടെ വളർന്നവനല്ലേ, നീ ഒരു മിസ്രൈമനല്ലേ, നീ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ എന്നോട് കൂടെ ചേർന്ന് ഈ ജനത്തെ വിധിക്കേണ്ടവനല്ലേ, നീ മിസ്രൈമനല്ലേ എന്ന് പറവൻ ചോദിക്കുന്നില്ല. നോട്ടത്തിലെ അറിയാം ഇവൻ ഒരു ഇസ്രായേലിയനാണ്. ആ ഒരു പേര് നമ്മുടെ മുഖഭാഗത്ത് വെളിപ്പെട്ട് വരേണ്ടതിന് ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് കൽപ്പിച്ച ദൈവം, ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം മിസ്രൈമൻ എന്ന പേര് മാറ്റിയവനെ സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന് വിളിക്കപ്പെടുമാറ് ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നത് മീതെ ആകാശത്തിൽ സ്വർഗീയമായി നിലനിൽക്കുന്ന ആ സ്വർഗീയ അവകാശത്തിൽ ദൈവത്തിൻ്റെ തേജസ് പ്രതിഫലിപ്പിക്കുമ്പോൾ നമ്മുടെ മുഖത്തടിക്കുന്ന നിഴലാണ് ആ സ്വർഗീയമായ അനുഗ്രഹം. അല്ലാതെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്നതൊന്നുമല്ല. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം ഒരു നാൾ അഗ്നിക്ക് ഇരയായിത്തീരും എന്ന് നിങ്ങൾ വീണ്ടും അറിഞ്ഞുകൊള്ളുകയും. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക. 2, മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക. അനുസരണം തികഞ്ഞവനാകേണ്ടതിന് ആ യാത്രയിലൂടെ പുള്ളി കൊണ്ടുപോവുകയാണ്. എന്തിനാണ് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നത്? അക്ഷരാർത്ഥത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഓടിപ്പോയവരാണ്, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയവരാണ്. നല്ല ജോലിയൊക്കെ ഉണ്ടായിട്ട് നിൽക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കളിയില്ലാതെ എത്ര പേര് ഇട്ടിറങ്ങി ഓടി വരികയാണ്. ഗൾഫിലൊക്കെ നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന സഹോദരന്മാരൊക്കെ ഒരു വിഷയം വന്ന് കയറുമ്പോഴത്തേക്ക് പെട്ടെന്ന് അടുത്ത വിമാനത്തിൽ കയറി നാട്ടിലേക്ക് ഒന്നുമില്ലാതെ വരുന്ന എത്രയോ യുവമക്കൾ നാട്ടിൽ വന്നിട്ടുണ്ട്. 15, 20, 30 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് ഒരു വിഷയം വന്ന് കയറിയിട്ട് പെട്ടെന്ന് അടുത്ത വിമാനത്തിൽ കയറി രാമാനം നാട്ടിലെത്തുന്ന എത്രയോ ആൾക്കാർ. അവരുടെ ആഗ്രഹം എന്താ? എന്നെങ്കിലും എനിക്ക് തിരിച്ചവിടെ തന്നെ പോകണം. പക്ഷേ എന്തുദ്ദേശത്തോടു കൂടിയാണ് കർത്താവിനെ മിദ്യാനിലേക്ക് കൊണ്ടുവന്നത് എന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഈ മിദ്യാനിൽ നിന്നും മരുഭൂമി വഴിയായി ദീർഘദൂരമുള്ള ഒരു ഹോരേബും അതുമായി ബന്ധപ്പെട്ട് മിസ്രൈമിൽ കുടുങ്ങപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും മരുഭൂമി വഴിയായി മലകൾക്കപ്പുറം, മരുഭൂമികൾക്ക് അപ്പുറം, എരികോ കോട്ടയം ഭേദിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറം ഒരു കനാൻ. അതാണ് തൻ്റെ ലക്ഷ്യം, അൾട്ടിമേറ്റ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഓരോ ദൈവപൈതലും യാത്ര ചെയ്യുന്നത്. അവിടെ പാസ്റ്ററെന്നോ പ്രവാചകനെന്നോ ഇടയന്മാരെന്നോ പുരോഹിതന്മാരെന്നോ വിശ്വാസികളെന്നോ വേർതിരിവില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഇനി എത്ര ആയുസ്സുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല.
ചിലപ്പോൾ ആദ്യത്തെ സംസ്കാരം എൻ്റേതായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ എത്ര ദിവസം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഈ ശേഷിക്കുന്ന ഷോർട്ട് ടൈം നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം വിട്ടുകളയാതെ വലിയൊരു ടാർജറ്റ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ്. അത് ക്രൂശിൻ്റെ മണമുള്ള ഒരു ജീവിതമാണ്, രക്തത്തിൻ്റെ നറുമണമുള്ള ഒരു ജീവിതമാണ്. ആപാത ചൂടം യേശുവിൻ്റെ ശരീരം ആസകലം അടിയേറ്റ് മുറിവേൽക്കപ്പെട്ട് ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിണം പോലെ രക്തം ചിന്തിക്കൊണ്ടുള്ള ഒരു ജീവിതയാത്ര. നമ്മളെ കാണുമ്പോൾ മുറിവേൽക്കപ്പെടാത്ത ഒരു മേഖലയുമില്ല. മാനസികമായും ശാരീരികമായും മുറിവേൽക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. പക്ഷെ അകത്തെ മനുഷ്യനോ അവൻ തീയിൽ അവൻ പൊന്നുപോലെ കടഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് ബലപ്പെട്ട് വരുന്ന അകമയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാതെ ആ പിതാവ് അവന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വച്ഛതയിലേക്കും സ്വൈര്യതയിലേക്കും എത്തപ്പെടും കാലഘട്ടം വരെ അവനിൽ ഇപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ചാക്കി വച്ചിരിക്കുന്ന സകല പ്രവൃത്തികളിലും അവൻ ശുഷ്കാന്തി ഉള്ളവൻ ആണ്. പ്രിയമുള്ളവരെ, മോശയുടെ ജീവിത അനുഭവത്തിലൂടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് പ്രകാശിപ്പിച്ച് നൽകിയിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ. ഈ യാത്ര മിസ്രൈമിനും അപ്പുറത്ത് ഹോരേബിലുള്ള യാത്ര തീരുകയല്ല. ആദ്യം മിസ്രൈമാണ്, അവിടെ നമ്മളെ വിളിക്കുന്നു. നാം ലോകം വിട്ട് യേശു പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, മിദ്യാന ദേശത്തേക്ക്. അവിടെ ഒന്നും നമ്മുടെ ആരുമില്ല. സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. അവിടെ ജീവിതയാത്ര ആരംഭിച്ചിട്ട് താൽക്കാലികമായ ഒരു നന്മ നൽകി, വല്ലവൻ്റെ ചില ആടുകൾ നൽകി നമുക്കൊരു ഉപജീവന മാർഗം. അന്നോ ഞങ്ങൾക്കുള്ള ഇതെല്ലാം തന്നു പോറ്റുന്ന, അതാണ് അന്നന്ന് വേണ്ടത് എല്ലാം നൽകി ദൈവം. ആ 40 വർഷം ആ മരുയാത്രയിൽ ആ 40 വർഷത്തോളം അവരെ പോറ്റുവാനായിട്ടിടയായി. 40 വർഷത്തോളം അവരെ പോറ്റുവാനായിട്ടിടയായി. ദൈവത്തിൻ്റെ മഹത്വം. യേശുവിൻ്റെ ആ നിർമ്മലമായ ജീവിതത്തെ പച്ചയായിട്ട് മോശയുടെ ജീവിതത്തിൽ ദൈവം വരച്ച് കാണിക്കുന്നത് എത്ര ഭയങ്കരമാണ്. അന്നുള്ള ആഹാരം കൊടുത്ത് സ്വന്തമല്ലാത്തതിനെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഹോരേബിലെത്തി ദൈവകൃപ ഏറ്റുവാങ്ങിയ ജീവിതം അവസാനിക്കുകയല്ല. ഇനിയാണ് ടാർജറ്റ്, മുമ്പിലുള്ള ജീവിതം. ഏറ്റുവാങ്ങിയ ദൈവദർശനമായിട്ട് വെല്ലുവിളിയുടെ ഇടയിലേക്ക് പോകാൻ വേണ്ടി പോകുകയാണ്. നാളിതുവരെ താൻ എവിടെ ആയിരുന്നുവോ, തനിക്ക് സ്ഥാനമാന പദവി പുകഴ്ച ഉണ്ടായിരുന്ന മിസ്രൈമിലെ കൊട്ടാരത്തിലേക്ക് തന്നെയാണ് ഇനി താൻ മറ്റൊരു വെളിപ്പാടായി ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് പല കോംപ്രമൈസിനും തയ്യാറാകുവാൻ ഇടയുള്ള, കാരണം ആദ്യത്തെ 40 വർഷവും രണ്ടാമത്തെ 40 വർഷവും, ആദ്യത്തെ 40 വർഷം കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിൽ ജീവിച്ച പശ്ചാത്തലമെല്ലാം തന്നെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, ഉണ്ട്. ഇപ്പോൾ മറ്റൊരു വെളിപ്പാടുമായി അടുത്ത 40 വർഷം ലഭിച്ച വെളിപ്പാടുമായി, ക്രൂശിൻ്റെ വെളിപ്പാടുമായി തിരികെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഈ കൊട്ടാരത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ തൻ്റെ ആദ്യത്തെ 40 വർഷത്തെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒരു സഖ്യതയിലേക്ക്, ഫറവോനുമായി ഒരു സഖ്യതയിലേക്ക് വരുവാൻ ഇടയുള്ള സാഹചര്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തെ മോഹങ്ങളെ, ആദ്യത്തെ 40 വർഷത്തെ കൊട്ടാരത്തിലെ മോഹങ്ങളെ ഇനി ഒരിക്കലും നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല. കൊട്ടാരത്തിൽ ദൈവം നിന്നെ മടക്കിക്കൊണ്ട് പോകും, പക്ഷെ കൊട്ടാരത്തിലെ മോഹങ്ങളെ ഒന്നിനെയും മാതൃകയാക്കുവാൻ, പണ്ട് നിനക്കുണ്ടായിരുന്ന പേര് ഫറവോന്റെ പുത്രയുടെ മകൻ എന്നുള്ള പേര് അവർക്ക് എല്ലാവർക്കും അഭിമാനിതനാണ്. ഈ ഫറവോൻ ചത്താൽ അടുത്ത അനന്തരവൻ അവകാശിയുമാണ്. പ്രിയമുള്ളവരെ, ആ പണ്ടുള്ള അജ്ഞാനകാലത്തെ മോഹങ്ങളെ ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാതെ, മാതൃകയാകാതെ നിങ്ങളെ വിളിച്ച, ഹോരേബിൽ നിന്നെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം ഹോരേബ് മുതൽ ഇത്തറ്റം വരെ നടത്തിയ എല്ലാ നടപ്പിലും വിശ്വസ്തനായിരിപ്പീൻ. ഈ നടപ്പിൽ വിശ്വസ്തനായിരുന്നാൽ ഇനി മിസ്രൈമിൽ നിന്നും അടുത്ത ഒരു യാത്ര. യാത്ര പുറപ്പെട്ട 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ആ ഹോരേബിൽ വീണ്ടും അവരെത്തുകയാണ്, ദൈവം അവനോട് സംസാരിപ്പാനായിട്ട്. ഇതാണ് നമ്മുടെ ജീവിതയാത്ര. മരുഭൂമി ദുഷ്കരമാണോ? ഉപവസിച്ച് പ്രാർത്ഥിച്ച് മാറ്റിയാൽ നിന്നെ ആ പ്രാർത്ഥന എവിടെ കൊണ്ടെല്ലും? തിരിച്ച് മിദ്യാനെ കൊണ്ടെത്തിക്കും. ഒന്നും കൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിന്നെ കൊട്ടാരത്തിലേക്ക് മടക്കി കൊണ്ടുവരും. എൻ്റെ പഴയ അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന സ്തോത്രം. ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി. എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയി അതെല്ലാം എനിക്ക് ദൈവം മടക്കി നൽകി. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അത് വേറെ നാമമാണ് വാഴ്ത്തപ്പെടുന്നത്. അത് മിസ്രൈമിൻ്റെ നാമമാണ്. മിസ്രൈമിയിലെ കുട്ടി പിശാചിൻ്റെ നാമമാണ് വാഴ്ത്തപ്പെടുന്നത്. ദൈവനാമം നിന്നിലൂടെ വാഴ്ത്തപ്പെടണമെങ്കിൽ ക്രൂശിൻ്റെ സഹനം, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. മോശെ കടത്തിവിട്ട ആ വഴി മുഴുവനും
കാണാപ്പാഠം പറയാൻ കഴിയുന്ന ഇസ്രായേലിനോടാണ് യേശു സംസാരിക്കുന്നത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് മോശയുടെ ജീവചരിത്രം മുഴുവനും കാണാതെ പറയുവാൻ കഴിയുന്ന ആ ഇസ്രായേൽ പുരുഷ പ്രജയോട് കർത്താവിന് ഇങ്ങനെ സംസാരിക്കേണ്ട ഗതികേട് വന്നത് എന്തുകൊണ്ടാണ്? യാഥാർത്ഥ്യം ഗ്രഹിപ്പാൻ അവരുടെ കണ്ണുകളെ തുറന്നിരുന്നില്ല. ഇന്നും അനേക പെന്തക്കോസ്തുകാർക്ക് അങ്ങനെയാണ് പറ്റിയിരിക്കുന്നത്. യാഥാർത്ഥ്യം കാണുവാൻ അവരുടെ കണ്ണുകളെ തുറന്നിട്ടില്ല. കർത്താവിന് വീണ്ടും സംസാരിക്കേണ്ട ഗതികേട് വരികയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നാം ആകരുത്. നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉള്ളം പ്രസാദിപ്പിക്കുവാൻ കഴിയുമെണ്ണം എൻ്റെ പ്രിയൻ എന്ന പേരിന് അർഹമായി മാറുന്നത് കൊട്ടാരത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴല്ല. പ്രിയമുള്ളവരെ, ഹോരേബിലൂടെ ദീർഘദൂരമുള്ള യാത്രയിലൂടെ, ഇനി സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും നിന്നുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ, അല്ലേ? തൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മിസ്രൈമിൽ പരാജയപ്പെട്ടതാണോ? അത് നിമിത്തം ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിട്ട് ഊഴിയ വേലക്കാരെ അധികം ചുമത്തിയിട്ട് ഇരട്ടി പണി അവർക്ക് കൊടുക്കുവാനിടയായി. എടാ, നീ വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. നീ നിമിത്തം ഇപ്പം ഞങ്ങളുടെ ഉറക്കം കൂടെ ഇല്ലാതെയായി, ഞങ്ങളുടെ പണി ഇരട്ടിപ്പിക്കുകയാണ്, പോടാ എന്ന് പറഞ്ഞ് തിരസ്കരിക്കത്തക്കവണ്ണമുള്ള നിലയിലേക്ക് പോകുകയാണ്. സകലതും നഷ്ടപ്പെടുത്തി കൊട്ടാരത്തിലെ സകല പദവികളും വെടിഞ്ഞ് ക്രൂശിൻ്റെ പാത തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഹോരേബിലെത്തി അവിടെ നിന്നും വീണ്ടും ശബ്ദം കേട്ട് നിയമവുമായി അദ്ദേഹം ജനത്തെ ഉദ്ധരിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവശബ്ദമായി വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അനുഭവം എന്താണ്? സ്വന്തം ജനം അവനെ കൈക്കൊണ്ടില്ല. യേശുവിന് അങ്ങനെയല്ലായിരുന്നോ? ക്രൂശിൻ്റെ അത്യുജ്വലമായ പ്രമാണമായി ഈ ദൗത്യമായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. പിന്നെയാണ് അടയാളങ്ങൾ ചെയ്യുവാൻ തുടങ്ങുന്നത്, രോഗസൗഖ്യം കൊടുക്കുവാൻ തുടങ്ങുന്നത്. അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് പറഞ്ഞു, അടയാളം ആരാ അന്വേഷിക്കുന്നത്? വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയാണ് അടയാളങ്ങൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഈ ജനത്തെ വ്യഭിചാരികളെ കാണുവാൻ ഈ കർത്താവിന് താല്പര്യമില്ല. പക്ഷേ ഇവനെ കൈക്കൊള്ളാതെ പോയതുകൊണ്ട് അടയാളങ്ങൾ വേണ്ടി വന്നു. മോശയിലൂടെ കർത്താവ് രണ്ടാം ഘട്ടമായ അടയാളങ്ങൾ അവിടെ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ ജനം അവനെ തിരസ്കരിച്ച കാരണത്താലാണ്. രണ്ടാമത് മോശയെ അംഗീകരിക്കുവാൻ തക്കവണ്ണം അടയാളങ്ങൾ വെളിപ്പെടുത്തി. അതുപോലെ യേശു അങ്ങനെ തന്നെ ഈ ഭൂമിയിൽ അവൻ അടയാളങ്ങൾ ചെയ്യേണ്ടി വന്നത് ജനത്തിൻ്റെ പാപം നിമിത്തമായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ പാപം നിമിത്തമായിരുന്നു. ഇന്നും നമ്മുടെ ഇടയിൽ ഏതെങ്കിലും അടയാളങ്ങൾ നിങ്ങൾക്ക് ആവശ്യിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പാപമല്ലേ? നിങ്ങൾ ഇത് എങ്ങനെ ഗ്രഹിക്കുന്നത്? ഈ വചനം നമ്മുടെ ഇടയിൽ അടയാളമോ അത്ഭുതമോ കണ്ടാൽ കർത്താവ് ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നത് പറഞ്ഞ് വീരവാദം മുഴക്കുന്ന സാക്ഷ്യമല്ല നിങ്ങൾ കേൾക്കാറുള്ളത്. ഈ വചനത്തിന്റെ മർമ്മം ഗ്രഹിപ്പാൻ കർത്താവ് നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കട്ടെ. നമ്മളൊരു അടയാളങ്ങൾ കണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ. ചിലർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, ചിലർ ജ്ഞാനം അന്വേഷിക്കുന്നു, ചിലർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അടയാളവും വിട്ട് ജ്ഞാനവും വിട്ട് ക്രൂശ്. ജ്ഞാനവുമായി യാതൊരു കോംപ്രമൈസുമില്ല, അടയാളവുമായി യാതൊരു കോംപ്രമൈസുമില്ല. ക്രൂശ്, ഇതാണ് പണി നടക്കുന്ന ജീവിതം. എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ പലരും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ക്രൂശിൻ്റെ ജീവിതയാത്രയിലാണ്. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ ഭാവിയെല്ലാം തൊലഞ്ഞു, നാട്ടിൽ എന്ത് പേരാ, എൻ്റെ ജീവിതം എന്ത് കണ്ടിട്ടാണ് എൻ്റെ നാട്ടുകാരെന്നെ മാനിക്കേണ്ടത്? ഞാനൊരു സുവിശേഷം പറഞ്ഞാൽ അവരെന്തോ അംഗീകരിക്കണം. എൻ്റെ ജീവിതം അറിയാവുന്ന ഈ ജനത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞാൽ നിൻ്റെ ജീവിതം ആദ്യം ക്രമപ്പെടുത്തടി എന്ന് പറയത്തില്ലേ? ഇല്ലേ? ഒരു മനുഷ്യനും സ്തോത്രം പറയുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ, ഒരു മനുഷ്യനും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ജീവിത പശ്ചാത്തലങ്ങൾ, മനുഷ്യർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ആർക്കും മാന്യത ലഭിക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ എന്തോ ജീവിതമാണ്. ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കാണുവാൻ നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒരു പ്രാവശ്യമെങ്കിലും തുറന്നു വന്നാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ദൈവത്തിൻ്റെ സഹിത്വം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അയ്യോ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ് എന്നോടുകൂടെ ഉണ്ടെന്ന് ഞാനോ അറിഞ്ഞില്ല. അവൻ എൻ്റെ അരികിലൂടെ കടന്നുപോയി, ഞാനോ അറിഞ്ഞില്ല. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ആ തുണയെ നമുക്ക് കാണണമെങ്കിൽ
ആ കഷ്ടതകളെ ഈ കണ്ണുകൊണ്ട് നോക്കി പിച്ചിമ്പയും പറയാതെ, ആ കഷ്ടതകളെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കി അതിൻ്റെ അപ്പുറം മറിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള വാഞ്ച ഉള്ളിൽ ഒരുക്കിയെടുക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് വെളിപ്പെടും. അയ്യോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉള്ളങ്കയിൽ വഹിക്കപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് പരിഹാസ വിഷയമെങ്കിലും അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉള്ളങ്കയിൽ വഹിക്കപ്പെട്ടിരിക്കുകയാണ്. കുടുംബത്തിൽ സമാധാനമില്ല, അപ്പന് സമാധാനമില്ല, അമ്മയ്ക്ക് സമാധാനമില്ല, മക്കൾക്ക് സമാധാനം കാണുവാൻ കഴിയുന്നില്ല. സ്നാനപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട കുടുംബമാണ്. പക്ഷേ എന്തോ കണ്ടിട്ട് പ്രാർത്ഥിക്കണം, എന്തോ കണ്ടിട്ട് ആരാധിക്കണം, അല്ലേ? എന്തു മനസ്സോടുകൂടെ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. ആകെ അങ്ങോട്ട് പ്രശ്നം, ഇങ്ങോട്ട് പ്രശ്നം, നാട്ടുകാരാൽ നിന്ന, വീട്ടുകാരാൽ നിന്ന അപമാനിക്കുന്ന അനുഭവങ്ങൾ, ഒന്നും ഒരു സ്തോത്രം പോലും പറയാൻ കഴിയാത്ത സാഹചര്യം. ഇത് കർത്താവ് ഒരുക്കിയത് ജീവിതമാണോ? കർത്താവ് ഇങ്ങനെയാണോ നമുക്ക് ജീവിതം ഒരുക്കി നൽകുന്നത്? ഓ, ഇതൊന്നും കർത്താവിൻ്റെ ജീവിതമൊന്നും അല്ല, അല്ലേ? കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു സ്നേഹിതൻ, അവൻ 2 ദിവസം കൊണ്ട് പറയാണ് ദൈവമില്ല. കാരണം അവൻ അനുഭവിച്ച ജീവിതത്തിൻ്റെ സഹനവും കഷ്ടവും പങ്കപ്പാട് വെച്ച് നോക്കുമ്പോൾ ദൈവമൊന്നുമില്ല. ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ജീവിതം നടക്കുന്നത്. ഞാൻ ദൈവത്തെ വിശ്വസിച്ചു, ദൈവത്തെ അറിഞ്ഞു, പള്ളിയിൽ പോയി ആരാധിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില സാഹചര്യങ്ങൾ നിമിത്തം അവൻ അങ്ങനെ ജീവിക്കുകയാണ്. ആ കുടുംബം ആകെ അവസ്ഥയിൽ വല്ലാതെ ആയിപ്പോയി. ദൈവം ഇല്ല എന്ന് പറയാം. ഓ, ദേമാസ് ചെയ്തതുപോലെ പലരും കൊട്ടാരത്തെ സ്നേഹിച്ച്, ലോകത്തെ സ്നേഹിച്ച്, മിസ്രൈമിനെ സ്നേഹിച്ച് വന്ന വഴിയിലൂടെ തിരിച്ചു പോകുന്നതല്ല. വന്ന വഴി വേറെ, തിരിച്ചു പോകുന്ന വഴി മറ്റൊരു വഴിയാണ്. വരുമ്പോഴുള്ള വെളിപ്പാടല്ല, പോകുമ്പോൾ ഉള്ള വെളിപ്പാട്. കർത്താവിൻ്റെ വിളി കെട്ടി ഇറങ്ങി തിരിച്ച് ആ യാത്ര കർത്താവ് ഒരു നിശ്ചിത സ്ഥാനത്ത് ഹോരേബ് കൊണ്ടെത്തിച്ചിട്ട് ചുറ്റി അവൻ വിഭാവനം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തേക്കുള്ള റൂട്ടാണ്. അതുകൊണ്ട് മടങ്ങിപ്പോയി നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കുവാനുള്ള വ്യഗ്രത കൂട്ടാക്കാതെ, ആ ജാതീയ തന്ത്രങ്ങൾ നിങ്ങളെ ബലഹീനപ്പെടുത്തുവാനിടയാകാതെ, ഈ നിർമ്മലമായ വചനത്തിൻ്റെ ഏടുകളിൽ മറഞ്ഞു കിടക്കുന്ന സ്വർഗീയ മർമ്മങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഗ്രഹിച്ചുകൊണ്ട് നീതി സ്വരൂപനായ ദൈവത്തിൻ്റെ നിർമ്മലമായ ആലോചന ഏറ്റുവാങ്ങി സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ആത്മാവായവൻ നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഈ വെളിപ്പാട് ഹോരേബിൽ നിന്നും മരുഭൂമി വഴിയായി മിസ്രൈമിലൂടെ, അവിടെ നിന്ന് മരുഭൂമി വഴിയായി വീണ്ടും ഹോരേബ് വഴിയായി ദൈവത്തിന് മഹത്വം. ചെങ്കടൽ താണ്ടി, യെരികോ താണ്ടി, യോർദാൻ നദി താണ്ടി, സ്വച്ഛതയും സൗര്യതയും സാവധാനതയുമുള്ള ദൈവവാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതം. പെരുവർക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. പ്രാർത്ഥിച്ച നമ്മളെ എറിയുവാൻ ആൾക്കാർ കല്ലെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. ചെങ്കടൽ പോലെയുള്ള സമാനമായ പ്രതിബന്ധങ്ങൾ നമുക്കുണ്ടാകും. കടലിലുള്ള ആപത്ത്, കരയിലുള്ള ആപത്ത് പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാൻ കഴിയും. മോശെ കടന്നുപോയ സകല മേഖലകളിലും പൗലോസും കടന്നു പോകുവാനിടയായി, വാഴ്ത്തപ്പെട്ട കർത്താവും കടന്നു പോകുവാനായിട്ടിടയായി. അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് അരിമമണവാളനായ യേശു നമുക്കൊരു ജീവൻ്റെ പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു നൽകിയിരിക്കുന്നു. ആ വഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് അക്കരെ എത്തണം. ആ വാഗ്ദത്തം 26-ാം അധ്യായത്തിൽ 18 നമ്മൾ വായിച്ചു. അപ്പോസ്തലപ്രവൃത്തിയിൽ അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. എഫെസ്യർക്ക് ലേഖനത്തിലേക്ക് വരാം. എഫെസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. പാപമോചനം എന്ന് പറയുമ്പോൾ അത് ക്രൂശിൻ്റെ ദർശനമാണ്. ക്രൂശിൻ്റെ ദർശനം ലഭിച്ചവർക്കാണ് പാപമോചനം. അപ്പോൾ നമ്മൾ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനയായി ജലസ്നാനം സ്വീകരിച്ച് കർത്താവിനോട് കൂടി ചേരുമ്പോൾ പാപമോചനം ഇല്ലേ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവായതിൻ്റെ ഇടയിലാണ് ക്രൂശ്. യേശുവിനും ക്രിസ്തുവിനും ഇടയിലാണ് ക്രോസ്, കുരിശ്. പാപമോചനത്തിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതാണ് ക്രൂശിൻ്റെ ദർശനം. അപ്പോൾ പാപമോചനം എന്ന് പറയുമ്പോൾ അത് ക്രൂശിൻ്റെ ദർശനമാണ്. രണ്ടാമതായി വിശുദ്ധീകരണം ഇല്ലേ? വിശുദ്ധീകരണം ആ വാക്യത്തിൽ കണ്ടില്ലേ? വിശുദ്ധീകരണം എന്താണ്? ആ ക്രൂശിൻ്റെ ദർശനം. പാപമോചനം ക്രൂശിൻ്റെ ദർശനമാണ്. വിശുദ്ധീകരണം ക്രൂശിൻ്റെ അനുഭവമാണ്.
പാപമോചനം ക്രൂശിൻ്റെ ദർശനമാണെങ്കിൽ വിശുദ്ധീകരണം ക്രൂശിൻ്റെ അനുഭവമാണ്. ഉയർപ്പ് 7-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ ജയ ജീവിതം. ക്രൂശിൻ്റെ സഹനം അതിജീവിച്ച് ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഏശാതെ ക്രിസ്തുവിൻ്റെ വചനം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മുൻപോട്ട് പോകുന്നവനാണ് ജയ ജീവിതം. അവൻ ഉയർപ്പിൻ്റെ ജീവനിൽ നടക്കുന്നവനാണ്. മരണപാതാളങ്ങളെ അതിജീവിച്ച് ഉയർത്ത് കടന്നുപോയ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വചനങ്ങളെ ജീവിക്കുന്നവൻ ജയജീവിതം ഉയർപ്പിൻ്റെ ജീവിതമാണ്. അവൻ ഉയർത്തി എന്ന് പറയുമ്പോൾ അത് ജയ ജീവിതമാണ്. സ്വർഗസ്ഥലത്തിൽ ഇരുത്തി, സ്വർഗസ്ഥലം സ്വച്ഛതയുള്ള, സ്വൈരതയുള്ള, കഠിന ശോധനയിലും ബാലൻസ് തെറ്റിപ്പോകാതെ, പിച്ചും പെയ്യും പറയാതെ, ഏത് കഠിന ശോധനയിലും ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് അവൻ്റെ ഉള്ളത്തിൽ പ്രസാദം വരുത്തേണ്ടതിന് എന്ത് ത്യാഗവും സഹിപ്പാൻ, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വ്യാകുലപ്പെടാതെ ചവറ് എന്ന് എണ്ണിത്തള്ളിക്കളയുവാൻ കഴിയുന്ന അളവിൽ ഒരു പോഷനെ പോലെ അവൻ പറയുന്നത് മാത്രം കേട്ട് മുൻപോട്ട് പോകുവാൻ കഴിയുന്നവന് ദൈവം കൊടുക്കുന്ന അവസ്ഥയാണ് സ്വച്ഛത. സ്വച്ഛതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സ്വർഗത്തെ കൊണ്ട് ഇരുത്തിയിരിക്കുകയല്ല, ആ സ്വർഗത്തിലുള്ള സ്വച്ഛതയും സ്വൈര്യതയും അല്ലേ. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ആ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗസ്ഥലത്തിലെ സ്വച്ഛത, സ്വൈര്യത, സാവധാനത, ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ദുഷ്കരമായ മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ അനുഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3-4 ഘട്ടം, ക്രൂശിൻ്റെ ദർശനം, ക്രൂശിൻ്റെ അനുഭവം, ജയ ജീവിതം, സ്വസ്ഥത. മിസ്രൈം തുടങ്ങി മിദ്യാനി ദേശം വഴി ഹോരേബ് ചുറ്റി വീണ്ടും മിസ്രൈമിൽ കറങ്ങി ചെന്നിട്ട് തിരികെ വീണ്ടും ഹോരേബ് വഴിയായി കനാൻ ദേശത്തേക്ക് പോകുന്ന റൂട്ടാണ്. ഈ റൂട്ടിലെ 4 പ്രധാനപ്പെട്ട മേഖല: 1 ക്രൂശിൻ്റെ ദർശനം, അതായത് പാപമോചനം; 2 ക്രൂശിൻ്റെ അനുഭവം, അതായത് വിശുദ്ധീകരണം; 3 ജയ ജീവിതം അഥവാ ഉയർത്തെഴുന്നേൽപ്പ്; 4 സ്വച്ഛത, എന്താണ്? സ്വർഗസ്ഥലങ്ങളിലേക്ക് ഇരുത്തുക. ഈ 4 പ്രധാനപ്പെട്ട മേഖലയിലൂടെ നമ്മളെ നയിച്ച് നാം അവനിൽ ചെന്നു ചേരുക എന്ന പരമോന്നതമായ വെളിപ്പാടിനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് ഒറ്റ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു വഴി. ഈ വഴിയിലൂടെ അല്ലാതെ ഈ പണി നമ്മൾ നടക്കുകയോ ഈ പടിപടിയായുള്ള ആത്മീയ അനുഭവത്തിലൂടെ ആ സ്വച്ഛതയിലേക്കോ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. വഞ്ചകനും ചതികനുമായി പിശാച്, നിരപരാധികളായ മനുഷ്യാത്മാക്കൾ, വചനം ഉള്ളിലില്ലാത്ത, വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത ക്രിസ്ത്യാനികളെ ചതിച്ച് ഈ ലൗകികമായ ക്ഷണികമായ മോഹങ്ങളെ അവൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് താൽക്കാലികമായ 70-80 വർഷത്തേക്ക് വേണ്ടി മാത്രമുള്ളതിന് വേണ്ടി നല്ലൊരു വിലപ്പെട്ട സമയത്തെ പാഴാക്കി കളയുന്ന അനുഭവങ്ങളല്ലേ കാണുവാൻ കഴിയുന്നത്. അവനെ എങ്ങനെയെങ്കിലും മടക്കി ഇതേ പദവിയിലെ കൊണ്ട് അവനെ എങ്ങനെയെങ്കിലും മിസ്രൈമിലെ ആ രാജാവാക്കി അവനെ മടക്കിക്കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ആഗ്രഹം. അപ്പോൾ എന്നുമെന്നും അവൻ്റെ വറുതിയിൽ നാം ആയിപ്പോകും. അതാണ് അവൻ്റെ ഇഷ്ടം. ആകയാൽ ദുഷ്ട പിശാചായ ലൂസിഫറിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആയുഷ്കാലം മുഴുവനും നാം ജീവിക്കേണ്ടതിന് മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ മേഖലയിലേക്ക് പിശാച് നമുക്ക് കയറി പോകാൻ വഴിയൊക്കെ ഒരുക്കി തരും. സ്ഥാനങ്ങളും മാനങ്ങളും മോഹങ്ങളും പദവികളും പുകഴ്ചകളും പെരുമകളും എല്ലാം നമുക്ക് നൽകുവാനിടയാകും. ഇതെല്ലാം ആത്മാവിൻ്റെ സഹായത്താൽ മനസ്സിലാക്കി ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞ് തടിച്ച നാവും വിക്കനുമായി തീരുന്ന ഒന്നുമില്ലാത്ത അയോഗ്യനാക്കിയ അവസ്ഥ, ഇവനെ കണ്ടാൽ ഒരു നേതാവാണെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, അവന് സംസാരശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവനെ അടിച്ച് പരത്തി ഉരുക്കിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇനി കൃപയാലത്രേ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കും. കൃപ എന്ന ഒരു വ്യവസ്ഥയാലല്ലാതെ ഇനി മോശയ്ക്ക് ഒരു ചുവട് മുൻപോട്ട് വയ്ക്കാൻ കഴിയില്ല. ദീർഘവർഷങ്ങൾ കൊണ്ട് പഠിച്ച മിസ്രൈമിലെ ജ്ഞാനം ലഭിച്ച സാമർഥ്യമെല്ലാം പോയി. ഇനി കൃപ ഇല്ലാതെ മുമ്പോട്ട് ജീവിക്കാൻ കഴിയില്ല. പഴയ ജ്ഞാനമെല്ലാം പോയി. പൗലോസും അത് തന്നെയാണ്. ആത്മദർശനം ഏറ്റുവാങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം യെരുശലേമിലേക്ക് പോകാതെ അറബിയയിലേക്ക് പോയി.
അവിടെ ചെന്ന് തൻ്റെ തലയ്ക്കകത്തിരുന്ന സകല തത്വങ്ങളും പ്രമാണങ്ങളും എല്ലാം ഛർദ്ദിച്ചു കളഞ്ഞു. തൻ്റെ ജ്ഞാനമെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ജനത്തിൻ്റെ ഇടയിൽ ഇരിക്കേണ്ടതിന് തനിക്കുണ്ടായിരുന്ന ജ്ഞാനം മുഴുവനും ആ മരുഭൂമിയിൽ കൊണ്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് ക്രിസ്തു ദൈവസഭ, ആ മാർമികമായ വെളിപ്പാട് ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ട്, നിർമ്മലനായ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൗലോസ് പിന്നീടാണ് യെരുശലേമിലേക്ക് മടങ്ങി പോകുന്നത്. എന്നാണ് അർത്ഥമാക്കുന്നത്? നമുക്ക് സ്വതവേ ലഭ്യമാകുന്ന ആദാമ്യ ജ്ഞാനം കൃപയ്ക്ക് തടസ്സമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദാമ്യ ശക്തി കൃപ ലഭിക്കുന്നതിന് തടസ്സമാണ്. നമുക്ക് ലൗകികമായി ആദാമ്യമായി എന്തെങ്കിലും പറയുവാനോ പുകഴുവാനോ ഉണ്ടെങ്കിൽ അത് കൃപ നമുക്ക് ലഭിക്കുവാൻ തടസ്സമാണ്. ഇതിനെ ഇല്ലാതാക്കേണ്ടതിനായിട്ടാണ് നമുക്ക് പോകുവാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടും ആരും നമ്മളെ ഉന്തിത്തള്ളി വിടുന്നത് പോലെയുള്ള ചില ജീവിത സാഹചര്യങ്ങളിലേക്ക്. ജോലി ഉണ്ടായിരിക്കെ ജോലി ഇല്ലാത്തവനെ പോലെ, പ്രാർത്ഥന ഉണ്ടായിരിക്കെ പ്രാർത്ഥന ഇല്ലാത്തവനെ പോലെ, പള്ളി പോകുമായിരിക്കെ പള്ളി പോകാത്തവന്മാരെ പോലെയുള്ള അവസ്ഥ, ദൈവത്തെ അറിഞ്ഞിരിക്കെ ദൈവത്തെ അറിയാത്തവന്മാർ അനുഭവിക്കേണ്ട അനുഭവങ്ങൾ പോലെയുള്ള, സ്നേഹമുണ്ടായിരിക്കെ സ്നേഹമില്ലാത്തവനുള്ള അനുഭവങ്ങൾ പോലെ, പ്രതികാരം ചെയ്യാതിരിക്കെ പ്രതികാരം ചെയ്യുന്നവരുടെ അനുഭവങ്ങൾ പോലെ, വൈരുദ്ധ്യതയാർന്ന ഒരു സ്തോത്രം പോലും പറയാൻ കഴിയാത്ത താഴ്വീതിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് എന്തിനായിട്ടാണ്? വിശുദ്ധീകരണം, നിർമ്മലത, ജയജീവിതം, സ്വർഗസ്ഥലങ്ങളിലെ അവകാശം നിങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാകേണ്ടതിന് നിങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കുന്ന പണിയാണിത്. അതുകൊണ്ട് നിങ്ങൾ പഴിച്ചാരരുത്. നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരെ പള്ളി വിളിക്കാൻ പോകരുതേ. അയൽവാസി ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരെങ്കിലും നിങ്ങളുടെ അതിരെ മണ്ണോ വല്ല മാന്തിക്കൊണ്ട് പോയാൽ കൊണ്ട് കേസ് കൊടുക്കാതെ, എൻ്റെ പൊന്നെ, താൽക്കാലികമായ ക്ഷണികമായ ഈ ലോകത്തിലെ വാസം 70 80 ഇല്ലേ മാത്രമാണ്. എന്നാൽ അനശ്വരതയിൽ നീതിമാനായ ദൈവം ഈ ലോകത്തിൽ തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ പിതാവ് ഇളകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. ആ ഇളകാത്ത രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിലെ ഓരോ വക്താക്കളായി, അതിലെ ഓരോ അധികാരസ്ഥന്മാരായി നാം അവനോടുകൂടെ വാഴുവാൻ തക്കവണ്ണം നമ്മെ യോഗ്യന്മാരാക്കി തീർക്കുന്ന പണിയാണ് ഈ കഷ്ടതയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വെള്ളത്തില്ലെങ്കിൽ ധരിച്ചോർ ഇവർ ആർ? ഓ മുപ്പൻ ഇത് അറിയുന്നില്ലയോ? ഇല്ല. ഇവരാരാണ്? ഓ ഇവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നവർ. ഈ കുഞ്ഞാടിന്റെ രക്തത്താൽ ഇവരുടെ അങ്കിയെ വെളുപ്പിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപാത ചൂടം രക്തം ഉയർപ്പാക്കുന്ന അനുഭവങ്ങൾ പോലെ ജീവിതത്തിന്റെ കടുത്ത മാനസിക ശാരീരിക വൈമുഖതകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ രക്തം ഇഞ്ചിഞ്ചായി ഒഴുകുന്ന സാഹചര്യങ്ങൾ പോലെയുള്ള കടുത്ത കലുഷിതമായ ജീവിത സാഹചര്യമാണെങ്കിൽ പോലും ആ കടുത്ത ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ അങ്കി വെളുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മിശ്രമ കറകളെ കഴുകിക്കളയുന്ന അത്യുന്നതമായ പണിയാണ് ഈ കഷ്ടതയിലൂടെ നടക്കുന്നത് എന്ന് നിങ്ങൾ ആത്മാവിൽ അറിഞ്ഞുകൊള്ളുക. നീതിമാനും ബലവാനും പരിശുദ്ധനുമായ ദൈവം, വിശ്വസ്തനായ ദൈവം, നീതിമാനായ ദൈവം നമ്മെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ മന്ദിരത്തിലെ ജീവിതം മൂന്നാമത്തെ ഫേസാണ്. ആമേൻ. ഒന്നാമത്തെ ഫേസ് ദിവ്യസുന്ദരൻ, മിശേമ്യരുടെ ജ്ഞാനം അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യം ഉള്ളവൻ. രണ്ടാമത്തെ ഫേസ് മിശ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് വലിയ ധനമെന്ന് തിരഞ്ഞെടുത്തു. രാജാവിനെ ഭയപ്പെടാതെ മിശ്രയും വിട്ടു. രണ്ടാമത്തെ മുഖം ഹോരേബോളം എത്തുന്നു, ദൈവശബ്ദം കേൾക്കുന്നു. അടുത്തത് ആ വിശുദ്ധ മന്ദിരത്തിൽ ദൈവം പ്രവേശിച്ചിട്ട് തൻ്റെ വെളിപ്പാടുകൾ കൈമാറി നിയോഗം ഏറ്റുവാങ്ങുന്ന വിശുദ്ധ മന്ദിരം. അവൻ്റെ മുഖം പ്രകാശിക്കും അളവിൽ, അവൻ്റെ മുഖം തേജോമയനായ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയപ്പെടുന്ന അളവിൽ ആദാം അനുസരണക്കേട് നിമിത്തം ഏദൻ തോട്ടത്തെ നഷ്ടപ്പെടുത്തിയതിനെ തിരികെ പിടിച്ച് ആ നിർമ്മലനായ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുന്ന വിശുദ്ധ മന്ദിരത്തിലെ ജീവിതം. അത് മൂന്നാമത്തെ മുഖമാണ്. 7 മുഖങ്ങളാണ് മോശയുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് പൂർണ്ണമായി നാം ഗ്രഹിച്ചു കഴിയുമ്പോൾ സമ്പൂർണനായ ഒരു ആത്മമനുഷ്യൻ, നമ്മുടെ സ്വർഗീയ പിതാവ് സദ്ഗുണ പൂർണ്ണരാകയാൽ നിങ്ങളും സദ്ഗുണ പൂർണ്ണർ ആകുകയും. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളിൽ അവശേഷിക്കുന്ന
ഈ പണി. ഞങ്ങൾ സ്വർഗീയന്മാരെ പോലെ ആകേണ്ടതിന്, സ്വർഗീയനെ പോലെ ഞങ്ങൾ സ്വർഗീയന്മാരാകേണ്ടതിന് ഇനിയും ഞങ്ങളിൽ പണി നടക്കുകയാണ്. പലപ്പോഴും കുതറി മാറി തെന്നി ഓടി മാറുന്ന കുഞ്ഞാട് പോലെ ഞങ്ങളായിരുന്നു. സ്തോത്രം. എന്നാൽ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ ഞങ്ങളായിരിക്കേണ്ടതുണ്ട്. അങ്ങ് ഞങ്ങളെ നയിക്കുന്ന സകല ഇടങ്ങളിലേക്ക് മനസ്സോടെ കടന്നു വരേണ്ടതിന് ഞങ്ങൾ കടംപെട്ടവരുമാണ്. താൽക്കാലികമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അതിനെ തടഞ്ഞ് പഴയതിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് പോകുന്ന അനുഭവങ്ങൾ, അജ്ഞാനകാലത്തെ മോഹങ്ങൾ മാതൃകയാക്കത്തക്കവണ്ണം പലപ്പോഴും ഞങ്ങളുടെ ബോധമനുഷ്യനെ പിടിച്ചു വെച്ച് ബലഹീനാവസ്ഥയിലൂടെ ഞങ്ങളെ ഞെരുക്കി തോൽപ്പിക്കുന്ന ദുഷ്ടവൈര്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങി മരുഭൂമി വഴിയായി മരുഭൂമിക്ക് അപ്പുറം യഹോവയുടെ പർവ്വതമായ ഹോരേബോളം ഞങ്ങൾ നടന്നെടുക്കേണ്ടതിന് ആത്മാവായവൻ ഈ യാത്രയിൽ ഞങ്ങളെ സഹായിക്കണമേ. കൊട്ടാരം വിട്ട് ഞങ്ങൾ വിദ്യാദേശത്ത് വന്നതാണ്. പക്ഷേ പലപ്പോഴും കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട അനുഭവങ്ങളാണ്. എന്നാൽ സഹനത്തോടുകൂടെ ദീർഘദൂരം ആ മരുഭൂമി യാത്ര ചെയ്ത് മരുഭൂമിക്കും അപ്പുറം യഹോവയുടെ പർവ്വതമായ ഹോരേബോളം ഞങ്ങൾ നടന്നു വരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അതിന് തടസ്സം നിൽക്കുന്ന ഇത്രോവിൻ്റെ അവകാശങ്ങൾ, അതിന് തടസ്സം നിൽക്കുന്ന മിഥ്യാന്യ അവകാശങ്ങൾ, അതിന് തടസ്സം നിൽക്കുന്ന മിശ്രമ്യ അജ്ഞാനകാല മോഹങ്ങൾ, അതിനെ നിരുപാധികം ഉപേക്ഷിച്ചുകൊണ്ട് ഒരുവൻ എന്നെ അനുഗമിച്ചാൽ തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് നാൾതോറും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഞങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയ ആ പ്രമാണങ്ങൾക്ക് അനുസരണമായി ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും അപാലവൃത്തം അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാക്കൾ, ഞങ്ങളുടെ പിതാക്കൾ, ഞങ്ങളുടെ സൗകര്യ സഹോദരന്മാർ, ഞങ്ങളുടെ യൗവനക്കാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ലോകക്കാർ ആയിരിക്കാതെ വണ്ണം ലോകത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് വാസ്തവമെങ്കിൽ ആ സ്വർഗീയ ജീവിതത്തിൻ്റെ അനുഭവം കൈമുതലായി സൂക്ഷിപ്പാൻ ആത്മാവായവൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ വചനത്തിന് മുൻപാകെ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ.